ഹരേ കൃഷ്ണ. 10:30 വരാം. ഹരേ കൃഷ്ണ. അതെന്റെ ഫ്രണ്ട് വന്നു. അപ്പം അങ്ങനെ ഞങ്ങള് ഫ്ലാറ്റിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ജോളിയാണ്. അതുകൊണ്ട് ക്ലാസ് 10:30 കഴിഞ്ഞിട്ട് മേലെ പോകാനുള്ള പരിപാടിയാണ്. ഒരു കാര്യം പറയാനുണ്ട്, ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. വേറൊരു സംഭവമാണ്, അത് പറയാനുണ്ടെന്ന് പറഞ്ഞതാ. ഹരേ കൃഷ്ണ. ഞാൻ ക്ലാസ് തുടങ്ങാൻ കുറച്ച് ലേറ്റായി പോയി, ക്ഷമിക്കണം. ഒരു 5-10 മിനിറ്റ്. ഇന്ന് സൺഡേ അല്ലേ എന്ന് ഓർത്തുകൊണ്ട് രാവിലെ എന്താ പറയാ ക്ലാസ് എടുത്തില്ല ഞാൻ. കാരണം പാവം നമ്മുടെ മാതാജിമാരൊക്കെ ഒന്ന് സൺഡേ അല്ലേ വീട് വൃത്തിയാക്കാനും ഹസ്ബൻഡ്സിന്റെയും കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ നോക്കാനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണില്ലേ, ഒരു സൺഡേ അല്ലേ. അപ്പം ഈ അമ്പിളി മാതാജി രാവിലെ 6 മണി 7 മണിക്ക് അല്ലെ 10 മണിക്ക് തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അത് വേണ്ടാന്ന് ഓർത്തിട്ടാണ് ഞാൻ എടുക്കാത്തതെന്ന്. സൺഡേസ് പൊതുവെ ഇനി രാവിലെ പാവം നിങ്ങളെ വെറുതെ വിടാന്ന് ഓർത്തു. ഓക്കെ, അതുകൊണ്ടാണ്. എല്ലാവരും വരട്ടെ. വരുന്നവരെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. എന്ത് പറയുന്നു? ഇന്ന് പോയി അന്നദാനത്തിനുള്ള പച്ചക്കറികളൊക്കെ കുറേ വാങ്ങിച്ചിട്ട് വന്നു. ഞങ്ങളൊരു 3 ഫ്രണ്ട്സ് ആയിട്ട്, അതായത് ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഞങ്ങൾ എത്ര ഫാമിലി ഉണ്ടെങ്കിൽ 1 2 3 4 8 9 ഫാമിലി ഉണ്ട്. അപ്പം ഞങ്ങളൊരു 3 ഫ്രണ്ട്സ് ആയിട്ട് 2 വീലർ എടുത്ത് പോയി ഉള്ള സാധനങ്ങളെല്ലാം ചാക്ക് കെട്ടി തലയിലും മടിയിലും ഒക്കെ വെച്ച് കൊണ്ടുവന്നു. ഇന്നാണ് ഒരു ലൈം ജ്യൂസ് കുടിച്ചപ്പോൾ അതിൻ്റെ സ്വാദ് എന്താണെന്ന് ശരിക്കും മനസ്സിലായത് ഉച്ചയ്ക്ക് വെയില്. രഹസ്യം പറയാൻ കൂട്ടാലോ. ഞങ്ങളെ മീറ്റിംഗ് കൂടുതൽ മേലെ ടെറസിന്റെ മേളിൽ നല്ല ഓപ്പൺ ടെറസാണ്, ഭയങ്കര ക്ലീൻ ആണ് അവിടെ. ഞങ്ങളുടെ ഹൗസ് ഓണർ ബ്രാഹ്മണനാണ്. അപ്പം ഒരു രക്ഷയില്ല. അപ്പ ഞങ്ങൾ ഓടിക്കും. അമ്മ പിന്നെ ഒന്നും പറയില്ല, അപ്പ ഓടിച്ചു വിടും ഞങ്ങളെ അവിടെ ക്ലീൻ അല്ലെങ്കിൽ. ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ കോറിഡോർ ക്ലീൻ ചെയ്യാൻ സെർവൻസ് ഉണ്ട്. അപ്പൊ അവർ വന്നിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് പക്കയാക്കും. ഞങ്ങൾ രാത്രി ഒരു 12 മണി ഒക്കെ വരെ അവിടെ ഇങ്ങനെ കിടക്കും, സുഖമായിട്ട് അങ്ങ് കിടക്കും. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. മേളിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പായയും തലേനയും ഒക്കെ ഇട്ട് സുഖമായിട്ട് ഇങ്ങനെ കിടക്കും. ആകാശം നോക്കി നക്ഷത്രങ്ങളൊക്കെ കണ്ട് ഭയങ്കര കഥയൊക്കെ പറഞ്ഞ് സൂപ്പറായിട്ട് അവിടെ അങ്ങ് കിടക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ കറി ഉണ്ടാക്കിയാൽ മതി, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കിട്ടും. ഞാൻ ഇന്ന് എന്താ പറയുക, കുറച്ച് പനീർ ഉണ്ടായിരുന്നു. അതെനിക്ക് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി തന്നതാ. അപ്പം പിന്നെ ആ പനീറൊക്കെ ഫ്രൈ ചെയ്തപ്പം സാമ്പാർ, പിന്നെ താഴത്തെ ഇപ്പം ഇവിടെ വന്ന എൻ്റെ ഫ്രണ്ട്, നമ്മൾ അന്നദാനം കൊടുക്കുന്നില്ലേ, സാമ്പാർ തന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഓവർ. ഇനിയിപ്പം നാളെ രാവിലെ ഞാൻ പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ മൊസ്കിറ്റോ ഒന്നുമില്ല. ബിന്ദുമ്മത് എവിടെ ഇരിക്കുന്നു. അപ്പം നേരെ രാവിലത്തെ പുട്ട് 2 ഫ്ലാറ്റിലേക്ക് പോകും. അപ്പം ഞങ്ങളുടെ 3 ഫാമിലിയുടെ കാര്യം കഴിയും. അങ്ങനെ കൊടുത്തും വാങ്ങിയും കഥ പറഞ്ഞും സ്നേഹിച്ചും ചിരിച്ചും കളിച്ചും ദിവസങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ കൂടെ. പാത്രങ്ങൾ പോലും, എൻ്റെ വീട്ടിലെ പാത്രങ്ങൾ എവിടെ ഇരിക്കുന്നു എനിക്ക് അറിഞ്ഞൂടെ. ഇത് ഫ്ലാറ്റിലുണ്ട്, അവരുടെ പാത്രങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. തികച്ചും സന്തോഷവും സമാധാനവും ഒക്കെ കൂടെ. ഞാനില്ലെങ്കിലും തുളസിയും കറിവേപ്പിലൊക്കെ വളരുന്നതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ അപ്പൊ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കിച്ചൂട്ടന്റെ അനുഗ്രഹം ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ കൂടി വരികയാണ്. അത് ഒരുപാട് സന്തോഷം. പിന്നെ അതിലുപരി നമ്മുടെ ഇത്രയും നാൾ ഗുരുവായൂർ മഞ്ചരീസില് ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും അറിയാലോ. മഞ്ചരീസിന്റെ നിലനിർത്തിയ, മഞ്ചരീസിനെ അത്ര ജീവന തുല്യം സ്നേഹിക്കുന്ന, അപ്പം വേണ്ട അഡ്വൈസും കാര്യങ്ങളും ഒക്കെ തരുന്ന, മഞ്ചരീസിൽ ആർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അപ്പം അവിടെ ഓടിയെത്തി എന്താ ഏതാന്ന് അന്വേഷിച്ച് ചോദിച്ച്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് നാൾ ലൈവിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ ആയിരുന്നു മഞ്ചരീസിൽ, ഇപ്പോഴും അങ്ങനെയാണ്, ഇനിയും അങ്ങനെ ആയിരിക്കും. അപ്പം ആ വ്യക്തി ഇത്രയും നാൾ അറിയപ്പെട്ടത് എന്ത് പേരിലാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ, എന്ത് പേരിലാണ്? ആരെങ്കിലും ടൈപ്പ് ചെയ്തിടും, ഞാൻ നോക്കട്ടെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോ ഇല്ലേന്ന് നോക്കട്ടെ. ഞാൻ ക്ലാസ് എടുക്കാൻ തന്നെ എനിക്ക് മെസ്സേജ് വരും, എന്താ ഇന്ന് ക്ലാസ് ഇല്ലാത്തത്, ക്ലാസ് മുടക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. മേജർ സന്തോഷ് സാർ, ശരിയാണ്, നമ്മുടെയൊക്കെ മേജർ സാഹിബ്. ശരിയാണോ സാഹിബ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ ഹിന്ദി, ക്ഷമിക്കണം. മേജർ. അപ്പോൾ ഈ പട്ടാളത്തിൽ ഒരുപാട് റാങ്കുകളുണ്ട്. അപ്പം അതിലൊരു ഉയർന്ന റാങ്കാണ് മേജർ എന്ന് പറയുന്നത്. അതിനേക്കാൾ ഒരു ഉയർന്ന റാങ്കാണ് കേണൽ എന്ന് പറയുന്നത്. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ കേണലായിരിക്കുകയാണ്.
റാങ്ക് അങ്ങ് കൂടി. ഇതിന്റെ ഒരു 5-10 ദിവസം മുമ്പേ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സന്തോഷേട്ടൻ നോക്കിക്കോ, മേജറാവും, ഒരു സംശയവും ഇല്ല, കിച്ചൂട്ടൻ അനുഗ്രഹിക്കും സന്തോഷേട്ടനെ. അപ്പൊ സന്തോഷേട്ടൻ പറഞ്ഞു, ദിവസവും രാവിലെ ഞാൻ ഉറങ്ങി നീറ്റാല് അവരുടെ നാട്ടിലെ കുറെ ദേവീ ദേവന്മാരുണ്ട്, അവരുടെ പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്, പിന്നെ ഞാൻ കിച്ചൂട്ടന്റെ മനസ്സിൽ ലൈവില് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, കിച്ചൂട്ടന്റെ പാദങ്ങളും ഞാൻ നമസ്കരിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് ആർമിയിൽ നിന്ന് ഒരു ഓഫീസർ എനിക്കൊരു മെസ്സേജ് അയച്ചു. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ കുറെ ആർമി പ്രവർത്തകരുണ്ട്, ആർമീസ് ഉണ്ട്. അദ്ദേഹം മെസ്സേജ് അയച്ചു, ഇങ്ങനെ നമ്മുടെ സന്തോഷ് സാറ് മേജർ എന്നുള്ള പദവിയിൽ നിന്ന് കേണൽ എന്ന പദവിയിലേക്ക് മാറി എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ സന്തോഷേട്ടൻ്റെ 3-4 മിസ്ഡ് കോൾസ്. ഇത് മഞ്ജരീസുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അയച്ചത്. എന്നിട്ട് എനിക്കൊരു ഓഡിയോയും അയച്ചു. അൺഫോർച്ചുനേറ്റ്ലി ആ ഓഡിയോ ഇപ്പോൾ എൻ്റെ ക്ലാസ് എടുക്കുന്ന ഫോണിലായിപ്പോയി. നാളെ ഞാൻ മഞ്ജരീസിന്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാം. മഞ്ജരീസിലുള്ള എല്ലാ അമ്മമാരുടെയും തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, എല്ലാ അച്ഛന്മാരുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, സഹോദരന്മാർക്ക് എന്നും അദ്ദേഹത്തെ കൊണ്ടാവുന്ന സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട്, കുട്ടികൾക്കെല്ലാം നല്ല അഡ്വൈസും കാര്യങ്ങൾക്കും എന്തിനും ഒരു നല്ല പൊസിഷൻ അദ്ദേഹം അത് യൂസ് ചെയ്യാൻ പോവാണ്, ആ ഒരു പദവി യൂസ് ചെയ്യാണെന്ന് പറഞ്ഞു. കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയർന്ന പദവിയാണ്. അതിലുപരി എന്താ പറയാ, ആ ഒരു യൂണിഫോമിൽ ലൈവായിരിക്കുന്ന ഒരു വ്യക്തിയുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും വാല്യുബിൾ ആണ് ആ ഒരു സിഗ്നേച്ചറിന്. സോ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണത്. അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ ആർമി ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കാനുള്ള അഡ്വൈസ് ഒക്കെ അദ്ദേഹം നന്നായി കൊടുക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇപ്പം മഞ്ജു മാതാജിയുടെ മോൻ ആർമിയിലേക്ക് എൻട്രൻസ് ആയി. അപ്പൊ ഇപ്പം സന്തോഷേട്ടൻ ആ നമ്പർ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ സന്തോഷേട്ടൻ ഗൈഡ് ചെയ്യും. അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു നിമിഷമാണ് ഇന്ന്. ഒത്തിരി സന്തോഷം. എന്തായാലും നമ്മുടെ സന്തോഷേട്ടന് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ കൊടുക്കുന്നു. ഗുരുവായൂർ മഞ്ജരീസിന്റെയും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിൽ, ഗുരുവായൂർ മഞ്ജരീസിലെ ഓരോ വ്യക്തികളുടെയും പേരിൽ ഉയർന്ന പദവി കരസ്ഥമാക്കിയ നമ്മുടെ എല്ലാവരുടെയും സന്തോഷേട്ടന് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നമ്മൾ അറിയിക്കുകയാണ്. ഹരേ കൃഷ്ണ. പിന്നെ ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഗുരുവായൂർ മഞ്ജരീസ് തുടങ്ങിയ കാലം തൊട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല. പേര് സന്തോഷേട്ടൻ അറിയാം, അതുപോലെ നമ്മുടെ അഡ്മിൻസിന് അറിയാം, നമ്മുടെ സുജാത ചലവറ മാതാജിക്ക് അറിയാം. അങ്ങനെ കുറച്ച് പേരോട് ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈവ് ലോകമെമ്പാടും പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പേരങ്ങ് അനൗൺസ് ചെയ്യാത്തത്. അദ്ദേഹം ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം. എനിക്ക് ഒരു ആവശ്യം വന്നാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് എടുത്തിരുന്നു, അപ്പൊ എനിക്ക് ഒരു അസുഖം വന്ന് ഞാൻ കിടപ്പിലായാൽ നിങ്ങളെ കൊണ്ടാവുന്ന സഹായം നിങ്ങൾ എത്രത്തോളം എനിക്ക് വേണ്ടി ചെയ്യുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യണമെന്ന് ഞാനിപ്പോ എൻ്റെ എന്താ പറയാ ഈ കൈ കൂപ്പിക്കൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ മഞ്ജരീസുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ വ്യക്തി ഒരു സർജറിക്ക് വിധേയനാവുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പത്തറ്റിക്കാണ്. എനിക്കൊന്നും പറയാനില്ല. ഈ ഒരു സർജറി കാരണം അദ്ദേഹം ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല. അച്ഛനും അമ്മയും ഏജ് ആയിരിക്കുന്നു. അത്രയും ഒരു പത്തറ്റിക് അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പം ആ സർജറിക്ക് വേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്യാൻ ഞാൻ ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട മാതാജി, എനിക്കൊരു കൂട്ടുകാരൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി ചെയ്ത് ഞാനത് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അതങ്ങനെ വിട്ടു. പക്ഷേ ഇപ്പോ ഇന്നലെ ആ കൂട്ടുകാരൻ എന്നെ കോണ്ടാക്ട് ചെയ്തു. മഞ്ജരീസിന്റെ നമ്പർ തപ്പിപ്പിടിച്ചെടുത്ത് എന്നെ ഇൻഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ക്ഷമിക്കണം മാതാജി, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആർക്കോ ആക്സിഡന്റ് ആയി, കുറച്ച് നട്ടലിന് എന്തോ കംപ്ലൈന്റ്, അങ്ങനെ എന്തോ സം ഇഷ്യൂസ് അങ്ങനെ ആയിട്ട് ഒരു പ്രോബ്ലം ആയി. അപ്പൊ ഇദ്ദേഹത്തിനോട് എനിക്ക് പൈസ ഇല്ല എന്ന് പറയാൻ ഒരു നിവൃത്തിയില്ല. അപ്പൊ ആ തുറന്നാൽ നിങ്ങളുടെ കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കത് നിങ്ങളിലൂടെ പറയാനേ സാധിക്കൂ, എനിക്കൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അതുവരെ ഇദ്ദേഹം എന്നോട് ആ കാര്യം ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, മഞ്ജരീസ് കുടുംബം എന്തിനാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ പരസ്പരം കൈകോർക്കാനാണ്. ആരെവിടെ തളരുന്നോ അവിടെ മഞ്ജരീസ് എത്തിയിരിക്കും. ദിവസവും ഉച്ചയ്ക്ക് ഈ മഴയും വെയിലാണെങ്കിലും ഭക്ഷണവും കൊണ്ട് ഞാൻ ഓടുന്നത് എന്താ പറയാ, വെറുതെ അല്ലല്ലോ.
പാവങ്ങളുടെ പട്ടിണി മാറ്റാനും വിശപ്പറിഞ്ഞിട്ടുമല്ലേ. എന്തിനാണ് മഞ്ജരീസ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം കൈകോർക്കാനാണ്. ഇന്ന് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന അവസ്ഥ നാളെ എനിക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മഞ്ജരീസ് കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും വരില്ല എന്ന് പറയാൻ പറ്റില്ല. പലതുള്ളി പെരുവെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ആ സർജറിക്ക് വേണ്ട തുക വെക്കും. അത് വളരെ അത്യാവശ്യമാണ്. അതും എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ആ പൈസ എത്തിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ദയവായി സഹകരിക്കുക. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും തൃപ്പാദങ്ങൾ തൊട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്കൊരാവശ്യം വന്നാൽ എന്താണോ നിങ്ങൾ ചെയ്യാൻ മീൻസ് എന്താണോ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി ചോദിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ദയവായി എത്രയും പെട്ടെന്ന്, എനിക്കൊരു 2-3 ദിവസത്തെ സമയമേ ഉള്ളൂ. അത് ഒരാഴ്ചക്കുള്ളിൽ ഹോസ്പിറ്റലിൽ കെട്ടണം. അടുത്ത ആഴ്ച ഓപ്പറേഷനാണ്. അപ്പോൾ ഒരു 3 ദിവസത്തിനുള്ളിൽ എനിക്ക് സഹായിച്ചേ പറ്റൂ. ഹരേ കൃഷ്ണ. നിങ്ങളെ കൊണ്ടാവുന്നത് അത് എത്ര ചെറിയ തുകയാണെങ്കിലും തരിക. അദ്ദേഹം സർജറിക്ക് അടുത്ത ആഴ്ച വിധേയനാവുകയാണ്. അടുത്ത ആഴ്ചയോ ഡിസംബർ 1st വീക്കോ. അപ്പം എല്ലാവരും സർജറിയൊക്കെ ആവട്ടെ. എന്താ പറയുക, ഞാൻ പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണം, ജപിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രായമായ അച്ഛനെയും അമ്മയും സഹായിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മഞ്ജരീസ് ഒരുമിച്ച് എടുത്ത ഒരു തീരുമാനങ്ങളും എവിടെയും പാഴായി പോയിട്ടില്ല. ആർക്കും ഒരിക്കലും അത് നിഷ്ഫലമായി പോയിട്ടില്ല. ഒരു ഘട്ടത്തിൽ നമ്മുടെ ദിവ്യ മാതാജി എന്താ പറയാ മക്കളെയും കൊണ്ട് പട്ടിണിയായപ്പോൾ ആ അമ്മയുടെ പട്ടിണി മാറ്റിയ മഞ്ജരീസ്. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ അല്ലെ 2-3 സർജറി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത മഞ്ജരീസിനോട് ഞാനിത് അപേക്ഷിക്കുകയാണ്. എൻ്റെ ആ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ടാവുന്നത് എത്ര ചെറിയ തുകയാണെങ്കിലും ചെയ്യുക. ഞാനും എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ സാലറിയിൽ നിന്നും ഒരു തുക മാറ്റിവെക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. സന്തോഷേട്ടാ, അങ്ങനെ ലഡുലൊതുക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അത് വേറെ കാര്യം. സന്തോഷേട്ടൻ ചെന്നൈക്ക് വരുന്നുണ്ട്. പിടിച്ച് ഞാൻ വെച്ചോളാം. ആ കാര്യം ഞാൻ ഏറ്റു. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ ഹാരമണിഞ്ഞിരിക്കുന്നത് അശ്വതി അടൂർ, അശ്വതി മാതാജിയുടെ പേരിലാണ് നമ്മൾ ഹാരമണിഞ്ഞിരിക്കുന്നത്. ഹാരവും പാൽപ്പായസവും നിവേദ്യവും കൊടുത്തിട്ടുണ്ട്. അശ്വതി മാതാജി അടൂരിൽ നിന്നാണ് ഇന്ന് കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഹാരമണിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു 340 മെസ്സേജും കൂടെ നോക്കാനുണ്ട്. ഞാനത് നോക്കിക്കോളാം. ഓക്കെ, എല്ലാവരും ഒന്ന് ക്ഷമയോടെ ഇരിക്കണം കേട്ടോ. സമയം വളരെ ടൈറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് മെസ്സേജുകൾക്ക് പലതും നോക്കാൻ പറ്റാത്തത്. കഴിയുന്നതും നിങ്ങൾക്ക് എന്നെ ലൈനിൽ കിട്ടുന്നില്ല എങ്കിൽ, കാരണം പച്ചക്കറി മുതലെല്ലാം മേടിക്കാൻ ഞാൻ തന്നെ ഓടേണ്ടിയിരിക്കുന്നു. അപ്പം കിട്ടുന്നില്ല എങ്കിൽ ദയവായി ഗുരുവായൂർ മഞ്ജരീസിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. മഞ്ജരീസിൻ്റെ മെസ്സേജിലേക്ക് മാതാജി നോക്കിയില്ലല്ലോ എന്ന പരാതിയൊന്നും വേണ്ട, എളുപ്പം തന്നെ നോക്കിക്കോളാം. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു സുശീല മാതാജി. സഹായിക്കാമെന്ന് പറഞ്ഞ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ശിവ മാതാജി സ്റ്റാർട്ടിങ് എടുത്ത് കണ്ടോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പം ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941, 9342494941. ദിവസവും രാവിലെ 10 മണിക്ക് പോകുന്ന പ്രഭാത മഞ്ജരിയിലൂടെ ഭഗവത്ഗീത പഠനവും ദിവസവും രാത്രി 8:30 മണിക്ക് പോകുന്ന കൃഷ്ണയാമത്തിലൂടെ മഹാഭാരത പഠനവുമാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വേദശാസ്ത്രങ്ങളും നമ്മൾ ഗുരുവായൂർ മഞ്ജരീസിലൂടെ ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ കുട്ടികൾക്കായിട്ടുള്ള ഗുരുകുലം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദയവായി ഗുരുകുലം ക്ലാസ്സിലേക്ക് പ്രായപരിധി ഇല്ലാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 9342494941 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരിക. ഗുരുവായൂർ മഞ്ജരീസ് ഗ്രൂപ്പിൽ ആഡ് ആവണമെങ്കിലും നിങ്ങൾ ഗുരുവായൂർ മഞ്ജരീസിന്റെ 934249494941 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ മാത്രം മതി. നിങ്ങൾ യൂട്യൂബിലൂടെയാണോ ഫേസ്ബുക്കിലൂടെയാണോ ക്ലാസ് കാണുന്നത് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. വൃന്ദാവന യാത്രയുടെ ഡീറ്റെയിൽസ് ഞാൻ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് വളരെ മോശമായി ഫേസ്ബുക്ക് പേജിലൂടെ പ്രതികരിച്ച ഒരു വ്യക്തിയെ ഞാൻ നമ്മുടെ മഞ്ജരീസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന മഹത്തായ തത്വം നമ്മളെ പഠിപ്പിച്ച ഗുരുദേവനെ ആരും അപമര്യാദയോടുകൂടി സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല. ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ ഒരു ഗുരുക്കന്മാരെയും നിന്ദിക്കരുത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ദ്രോണപർവമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. 11ാം ദിവസത്തെ യുദ്ധത്തിലേക്ക് നമ്മൾ കടന്നു, ദ്രോണപർവത്തിലേക്ക്. എന്താണ് ദ്രോണപർവം എന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭീഷ്മപർവം നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
ഇനി ദ്രോണപർവമാണ്. മഹാഭാരതത്തില് 7-ാമത്തെ അധ്യായം ദ്രോണപർവം. സുജിത് പ്രഭു 2-3 തരം പ്രാർത്ഥനകളുണ്ട്. ലാസ്റ്റ് ക്ലാസ് കേട്ടോക്കൂ. അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അങ്ങനെ 11-ാം ദിവസത്തെ യുദ്ധത്തില് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭീഷ്മരും ശരശയ്യയില് വീണ് കിടക്കുകയാണ് അല്ലെ. നമ്മളത് പഠിച്ചു. ഭീഷ്മർ ശരശയ്യയിൽ വീണത് കേട്ട് ധൃതരാഷ്ട്ര ഒരുപാട് വിഷമിക്കാൻ തുടങ്ങി. കാരണം ധൃതരാഷ്ട്രരുടെ ഏക വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആരായിരുന്നു? ഭീഷ്മരായിരുന്നു. ഭീമവിക്രമനും അജയ്യനുമായിരിക്കുന്ന പിതാമഹൻ വീണുവെങ്കിൽ പിന്നെ കൗരവ സൈന്യത്തിന് എന്താണ് ഒരാശ്രയം? നിരാശരായിരിക്കുന്ന എന്റെ മക്കൾ പിന്നെ എന്താണ് ചെയ്തത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ആര് നിൽക്കുന്നു? നമ്മുടെ ധൃതരാഷ്ട്രർ നിൽക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ സഞ്ജയൻ പറയാണ്, മഹാരാജാവേ, സത്യവിക്രമനായിരിക്കുന്ന ഭീഷ്മർ വീണതിനു ശേഷം കൗരവന്മാരും പാണ്ഡവന്മാരും ചിന്താകുലരായി. പാണ്ഡവന്മാർക്ക് വിഷമമുണ്ടായിരുന്നുവെങ്കിലും അതിന്റെ കൂടെ സന്തോഷവും ഉണ്ടായിരുന്നു. കൗരവന്മാർ മ്ലാനമുഖന്മാരായി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ കർണൻ ഭീഷ്മരെ കണ്ട് ആ വഴിക്ക് മടങ്ങി വന്നു. എല്ലാവരും കർണനെ സമീപിച്ച് ഇനി കർണൻ മാത്രമാണ് ഒരാശ്രയം എന്ന് പറഞ്ഞ് രാധേയനെ പുകഴ്ത്താൻ തുടങ്ങി. സ്വയം മറന്ന് ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്യുന്ന വീരനാണ് കർണൻ. ആയുധമെടുത്തു വരുന്ന കർണനോട് എതിരിടുവാൻ ആർക്കും സാധിക്കുകയില്ല. ആ 10 ദിവസം അവൻ യുദ്ധം ചെയ്തിട്ടുമില്ല. ആ ഭീമപരാക്രമനായിരിക്കുന്ന കർണന്റെ സഹായത്തോടുകൂടി നമുക്ക് പാണ്ഡവരെ ജയിക്കുവാൻ സാധിക്കും. അവൻ ഒരിക്കൽ ഭീഷ്മരോട് പറയുന്നത് നാം കേട്ടതാണല്ലോ, ഹേ പിതാമഹ, ഭവാൻ ഉള്ളപ്പോൾ ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്യുകയില്ല. ഭവാൻ പാണ്ഡവരെ ജയിക്കുകയാണെങ്കിൽ ഞാൻ ദുര്യോധനന്റെ അനുവാദത്തോടുകൂടി തപസ്സിനായി കാടു കയറുന്നതാണ്. പാണ്ഡവന്മാരാൽ വധിക്കപ്പെട്ട ഭവാൻ സ്വർഗം പോവുകയാണെങ്കിൽ അന്നു ഞാൻ യുദ്ധം ചെയ്ത് പാണ്ഡവന്മാരെ വധിക്കുന്നതാണ്. അതനുസരിച്ച് കർണൻ 10 ദിവസം യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. ഭീഷ്മ പിതാമഹൻ പാണ്ഡവരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ കർണൻ യുദ്ധം ചെയ്യില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം ഭീഷ്മ പിതാമഹർ മരിക്കുകയാണെങ്കിൽ കർണൻ യുദ്ധം ചെയ്യും. എന്നാൽ ഭീഷ്മ പിതാമഹൻ യുദ്ധം ചെയ്തിട്ട് പാണ്ഡവന്മാർ തോൽക്കുകയാണെങ്കിൽ കർണൻ കാട് കയറും തപസ്സിനായിട്ട്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. ഇപ്പോ കർണൻ മുന്നോട്ട് വന്ന് നമ്മെ സഹായിക്കാതിരിക്കില്ല എന്നാണ് സഞ്ജയൻ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കർണനെ എല്ലാവരും ആശ്രയിക്കാൻ തുടങ്ങി. കാരണം കൗരവന്മാർക്കുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഭീഷ്മ പിതാമഹനാണ്. അദ്ദേഹമാണെങ്കിൽ ഇന്ന് ശരശയ്യയിലും. അപ്പൊ എന്തായാലും ഭീഷ്മ പിതാമഹൻ മരിക്കും, ഉറപ്പാണ്. അപ്പൊ ഇനി ഒരു ആശ്രയം എന്ന് പറയുന്നത് ആരാണ്? കർണൻ മാത്രമാണ്. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് കർണൻ കൗരവ സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഉറപ്പിച്ചു. കർണൻ ഇനി കൗരവ സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ പോവാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഉള്ളപ്പോൾ എങ്ങനെയാണ് പാർത്ഥന പിതാമഹനെ വീഴ്ത്തുവാൻ സാധിച്ചത്? ഇത് ജഗത് അന്യഥമാണ്, അസ്ഥിരമാണെന്ന് വ്യക്തമാക്കുന്നു. ഭീഷ്മരുടെ അഭാവം കൊണ്ടുള്ള ദോഷമൊന്നും അറിയാതെ ഞാൻ നിങ്ങളെയെല്ലാം നയിക്കാം. പാണ്ഡവന്മാരെ എല്ലാവരെയും നശിപ്പിച്ച് ദുര്യോധനനെ രാജാവാക്കി അഭിഷേകം ചെയ്യാം. പാണ്ഡവന്മാരെല്ലാവരും ബുദ്ധിശാലികളും ശക്തരുമാണ്. എങ്കിലും എന്റെ മനസ്സ് ശത്രു സംഹാരത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. മിത്രദ്രോഹം ഒരിക്കലും ഞാൻ പൊറുക്കുകയില്ല. അല്ലയോ മഹാരഥന്മാരെ, ഇതാ ഞാൻ എന്റെ പൗരുഷം കാണിക്കുവാൻ പോകുന്നു. ഞാൻ പ്രാണൻ കളഞ്ഞും ഭീഷ്മന്റെ പിന്തുണക്കാരനാകും. എല്ലാ ശത്രുക്കളെയും താമസിയാതെ ഞാൻ നശിപ്പിക്കുന്നുണ്ട്. ശത്രുക്കൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, അപ്പോൾ വീരന്മാർക്ക് ലോകം ഞാൻ പ്രാപിക്കും. ഈ സന്ദർഭത്തിൽ എന്താണ് ഉചിതമായിട്ടുള്ളതെന്നും എനിക്കറിയാം. ഇതാണ് കർണൻ പറയുന്നത്. മാക്സിമം ഷെയർ ചെയ്യൂട്ടോ, ഷെയർ വളരെ കുറവാണ്, 66 ഓൺലി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്
യുദ്ധത്തിന് റെഡിയായിട്ട് കർണൻ ഇങ്ങനെ നിൽക്കുകയാണ്. തനിക്ക് വേണ്ട വാഹനങ്ങളും ആയുധങ്ങളും ഒക്കെ കൊണ്ടുവരാൻ കർണൻ പറഞ്ഞു. ഉടനെ സുവർണമയമായിരിക്കുന്ന തേര്, അതായത് സ്വർണം പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു തേരും മറ്റു ആയുധങ്ങളൊക്കെ ആയിട്ട്, രാധേയൻ എന്ന് വിളിക്കുന്നത് കർണനെ തന്നെയാണ് കേട്ടോ, ഈ സൈന്യങ്ങള് കർണന്റെ മുമ്പിലെത്തി. ആ തേരിൽ കയറിയിട്ട് കർണൻ ആദ്യം പോയത് എവിടേക്കാന്നറിയോ? ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക്. ശരശയ്യയിൽ വീണ് കിടക്കുന്ന അമിത തേജസ്വിയായിരിക്കുന്ന പിതാമഹന്റെ അടുത്ത് ചെന്നിട്ട് കർണൻ അശ്രുമുഖനായിട്ട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അതായത് കണ്ണിൽ നിന്ന് കണ്ണുനീരോടുകൂടി നമസ്കരിച്ചിട്ട് പറയാണ്, പിതാമഹ, അങ്ങേക്ക് നമസ്കാരം. പുണ്യമായ ഒരു വാക്കുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലും കടാക്ഷ വീക്ഷണം കൊണ്ട് എനിക്ക് ശക്തി അരുളിയാലും വ്യൂഹ നിർമ്മാണത്തിലും ആയുധ പ്രയോഗത്തിലും അങ്ങേക്ക് തുല്യനായി ആരും തന്നെയില്ല. ഭവാന്റെ അഭാവത്തിൽ കിരീടി കൗരവ സൈന്യത്തെ മുഴുവൻ ഇട്ടുലയ്ക്കുന്നതാണ്. ശ്രീ പരമേശ്വരനോട് ഏറ്റുമുട്ടി അനുഗ്രഹവും ആയുധവും വാങ്ങിയിട്ടുള്ള പാർത്ഥൻ വാസുദേവനോടുകൂടി മുന്നേറി വരുമ്പോൾ ഇനി തടഞ്ഞു നിർത്തുവാൻ കൗരവന്മാരിൽ ആരുണ്ട് സമർത്ഥനായിട്ട്? ഭാവാഗ്നി കാട്ടിലെ വൃക്ഷങ്ങളെ എന്ന പോലെ അർജുന ശരങ്ങൾ കൗരവ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുമ്പോൾ അവനെ തടഞ്ഞു നിർത്തുവാൻ സമർത്ഥനായി ഭഗവാന്റെ അഭാവത്തിൽ ആ കൃത്യം ഏറ്റെടുക്കുവാനുള്ള കൗരവന്മാരുടെ അപേക്ഷ ഞാൻ സ്വീകരിക്കുവാൻ പോവുകയാണ്. അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ആ കൃത്യം നിർവഹിക്കുവാൻ ഞാൻ ശക്തനായിരിക്കും. ആര് പറഞ്ഞു ഇത്? കർണൻ പറഞ്ഞു. ഹരേ കൃഷ്ണാച്ചാമ്മേ. കർണന്റെ വാക്ക് കേട്ടപ്പോ ഉള്ളു നിറഞ്ഞ ഭീഷ്മർ കർണനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, രാധേയ, നിന്റെ വീര്യ പരാക്രമങ്ങൾ എനിക്കറിയാം. നീ ദുര്യോധനനോട് യുദ്ധം ചെയ്യുവാൻ ശക്തനാകും. കുരുക്കൾക്കൊക്കെ നീ ആശ്രയമായി ഭവിക്കട്ടെ. ഞാൻ നിനക്ക് ശുഭമാശംസിക്കുന്നു. പോയി ശത്രുവീരന്മാരോട് പോരാടുക. ദുര്യോധനന് വിജയം കൊടുക്കുക. ധർമ്മം അവസാനം വിജയിക്കും. ഭീഷ്മ പിതാമഹന്റെ അനുഗ്രഹങ്ങൾ നിനക്കെന്നും ഉണ്ടാകും. ഇത്രയും നമ്മുടെ പിതാമഹൻ പറഞ്ഞിട്ട് കേട്ടപ്പോ കർണൻ എന്തു ചെയ്തു? നേരെ മഹാരഥന്മാരുടെ അടുത്തേക്ക് ചെന്നു. ദുര്യോധനാദികളായ കൗരവന്മാരെല്ലാവരും സന്തോഷം കൊണ്ട് ഉച്ചത്തിൽ അലറി വിളിച്ച് കർണനെ അഭിവാദ്യം ചെയ്തു. കർണന്റെ ആ ഒരു അതുല്യമായിരിക്കുന്ന പരാക്രമത്തിൽ ഈ കൗരവ വംശത്തിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ ഭീഷ്മ പിതാമഹന്റെ അനുഗ്രഹവും കിട്ടി. ഈ സമയത്ത് നമ്മുടെ ദ്രോണാചാര്യർ സേനാനായകനാവുകയാണ്. തേരിലേറി കർണൻ നല്ല യുദ്ധസന്നദ്ധനായി നിൽക്കുന്നത് കണ്ടപ്പോ നമ്മുടെ ദുര്യോധനൻ പറഞ്ഞു, കർണ, നീ പാലിക്കുന്ന ഈ സൈന്യം ഇപ്പോൾ സനാഥമായിരിക്കുന്നു. ഇതേവരെയും എല്ലാവരിലും മൂപ്പുള്ളവനും വലിയ വില്ലാളിയുമായിരിക്കുന്ന ഭീഷ്മർ സേനാനായകനായിരുന്നു. യശസ്വിയായിരിക്കുന്ന അദ്ദേഹം 10 ദിവസം നമ്മളെ കാത്തുരക്ഷിച്ചു. ഇനിയിപ്പോൾ ആരെയാണ് സേനാനിയാക്കേണ്ടത്? നായകനില്ലാത്ത സൈന്യം അമരം പോയ തോണിയെ പോലെയാണ്, നിലനിൽക്കുകയില്ല. സേനാപതിയില്ലാത്ത സൈന്യത്തിന് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. ഭവാൻ ഏറ്റവും യോഗ്യനാണ്. അതുകൊണ്ട് ആരെ സേനാനായകനാക്കണമെന്ന് അങ്ങ് അഭിപ്രായപ്പെടുന്നുവോ അയാളെ ഞങ്ങളെല്ലാം കൂടി സേനാനിയായി അവരോധിക്കാം, സംശയമില്ല. ആരാ പറഞ്ഞത്? ദുര്യോധനൻ. ദുര്യോധനൻ പറഞ്ഞത് കേട്ടപ്പോ കർണൻ പറഞ്ഞു, ദുര്യോധന, നമ്മുടെ ഇടയിൽ എല്ലാവരും മഹാത്മാക്കളായ പുരുഷ സത്തന്മാരാണ്, സേനാനായകനാകുവാൻ അർഹരുമാണ്. എങ്കിലും ഗുണവൃദ്ധനും വയോവൃദ്ധനുമായ ഒരാളെ സേനാപതിയാക്കുന്നത് നല്ലതാണ്. അതിന്ന് സർവദാ അർഹൻ ദ്രോണാചാര്യനാണെന്ന് എനിക്ക് തോന്നുന്നു. സേനാധിപത്യം വഹിച്ചു പോകുന്ന ദ്രോണന്റെ പിമ്പെ യുദ്ധത്തിന് ചെല്ലുവാൻ നമ്മുടെ ഇടയിൽ ആർക്കും വിഷമമുണ്ടാവുകയില്ല. അതുകൊണ്ട് ദേവന്മാർ സ്കന്ദനെ സേനാനിയാക്കിയതുപോലെ അല്ലയോ സുയോധന,
ദ്രോണാചാര്യനെ സേനാധിപതിയായി അഭിഷേകം ചെയ്താലും. കർണം പറഞ്ഞത് കേട്ടപ്പോ ദുര്യോധനൻ എന്ത് ചെയ്തു? ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ആചാര്യ, ഭീഷ്മരുടെ അഭാവത്തിൽ നമ്മുടെ സൈന്യത്തെ നയിക്കുവാനായി ഭവാനെ പോലെ ആരും തികഞ്ഞ യോഗ്യനായ ഒരാളെ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ സേനാധിപത്യത്തിൽ ശത്രുക്കളെ ജയിച്ച് യുദ്ധത്തിൽ ജയം നേടുവാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മാത്രവുമല്ല, ശസ്ത്രപാണിയായ അങ്ങയെ മുമ്പിൽ കാണുന്നതായാൽ അർജുനൻ വിനയത്തോടുകൂടി പിന്മാറുകയും ചെയ്യും. അപ്പോൾ പാണ്ഡവന്മാരും യുദ്ധവിമുഖരായി തീരും. അതുകൊണ്ട് ഞങ്ങളുടെ സേനാധിപത്യം ഏറ്റെടുക്കണമെന്ന് അപേക്ഷിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദുര്യോധനൻ ഇതൊക്കെ പറഞ്ഞ സമയത്ത്, ദുര്യോധനൻ പറഞ്ഞതിൽ മറ്റൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അർജുനൻ നമ്മുടെ ദ്രോണാചാര്യരെ കണ്ടാൽ, കാരണം അർജുനന്റെ ഗുരുവാണ് ദ്രോണാചാര്യർ, ഗുരുവിനെ കണ്ടാൽ അർജുനൻ വിനയത്തോടുകൂടി പിന്മാറുമെന്നാണ് നമ്മുടെ ദുര്യോധനൻ പറയുന്നത്. ഇത് കേട്ടപ്പം സൈന്യങ്ങളെല്ലാം കൂടെ ദ്രോണാചാര്യർക്ക് അങ്ങ് ജയ് വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ സന്തോഷം അങ്ങ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. എല്ലാവരും ദ്രോണരെ അങ്ങ് വാഴ്ത്തി. അപ്പൊ ദ്രോണർ പറഞ്ഞു, നീ വിചാരിക്കുന്ന ഗുണങ്ങളെല്ലാം എന്നിലുണ്ട്. ശാസ്ത്രസ്ത്ര കോവിദ്ധനായിരിക്കുന്ന ഞാൻ ശത്രുക്കളെയെല്ലാം സംഹരിക്കാം. എന്നാൽ പാണ്ഡവന്മാർ എന്നോട് പൊരുതുവാൻ ധൈര്യപ്പെടുകയില്ല. എന്നാൽ ഞാൻ ദൃഷ്ടദുമ്നനെ മാത്രം കൊല്ലുകയില്ല ദുര്യോധന, അവൻ എന്നെ കൊല്ലുവാൻ ജനിച്ചവനാണ്. ദുര്യോധനൻ ദ്രോണരെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി സേനാധിപതിയായി അഭിഷേകം ചെയ്തു. ദൃഷ്ടദുമ്നനാണ് ദ്രോണരെ കൊല്ലാൻ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദ്രോണർ ദൃഷ്ടദുമ്നനെ കൊല്ലില്ല എന്ന് പറഞ്ഞു. ശംഖനാദവും വാദ്യഘോഷങ്ങളും എല്ലാം മുഴങ്ങി. ദ്രോണരുടെ മുമ്പിൽ പാണ്ഡവന്മാർ പരാജയപ്പെടുമെന്ന് കൗരവന്മാരങ്ങ് ഉറപ്പിച്ചു. സേനാധിപത്യമൊക്കെ കയ്യേറ്റിട്ട് ദ്രോണർ എന്ത് ചെയ്തു? എല്ലാ മഹാരഥന്മാരെയും യഥോചിതം യഥാസ്ഥാനത്ത് നിർത്തി. ദ്രോണർ എന്താ ചെയ്തത്? എല്ലാ മഹാരഥന്മാരോടും അവരവരെ നിൽക്കേണ്ട സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിൽക്കൂ, നിങ്ങൾ ഇവിടെ നിൽക്കൂ, നിങ്ങൾ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സേനാനായകനായി ദ്രോണാചാര്യൻ അങ്ങ് നിൽക്കുകയാണ്. എല്ലാവരും യുദ്ധഭൂമിയിലെത്തി. കർണൻ എല്ലാവർക്കും ധൈര്യം കൊടുത്തുകൊണ്ട് മുമ്പിൽ തന്നെ ഉണ്ട്. യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, 11ാം ദിവസത്തെ യുദ്ധം. കർണനെ നല്ല ഉത്സാഹത്തോടുകൂടി കണ്ടതോടുകൂടി ഭീഷ്മപതനം, അതായത് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിലായതിന്റെ വേദനയൊക്കെ കൗരവന്മാരങ്ങ് തീർത്തും മറന്നു. കാരണം ആർക്കും ഒരു വിഷമമൊന്നും ഇല്ല. ഇനി നമ്മളെ നയിക്കാൻ കർണം വന്നു എന്ന ഒരു വിശ്വാസം എല്ലാവർക്കും വന്നു. ഭീഷ്മരെന്ത് ചെയ്തു? കാരുണ്യം കൊണ്ട് പാണ്ഡവരെ രക്ഷിച്ചതാണെന്നും എന്നാൽ കർണൻ അനായാസേന അവരുടെ കഥ കഴിക്കുമെന്ന് കൗരവന്മാർ അടക്കം പറയാൻ തുടങ്ങി. എല്ലാരും പറഞ്ഞു, ഭീഷ്മ പിതാമഹൻ വളരെ കാരുണ്യം കൊണ്ട് പാണ്ഡവരെ രക്ഷിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഭീഷ്മ പിതാമഹനെ പോലത്തെ ഒരാൾക്ക് ഈ 11ാമത്തെ ദിവസം വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അദ്ദേഹം വിചാരിച്ചാൽ പാണ്ഡവരെ 10 സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ ഭീഷ്മ പിതാമഹൻ ചെയ്തത് തെറ്റാണ്. കാരുണ്യം കാട്ടിയതാണ് പാണ്ഡവരോട്. ഇനി കർണം വന്ന സ്ഥിതിക്ക് വിജയം കൗരവർക്ക് തന്നെ എന്നാര് പറഞ്ഞു? കൗരവ പക്ഷത്തുള്ള പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറയാൻ തുടങ്ങി. ദ്രോണർ ശകടവ്യൂഹമാണ് കെട്ടിയതെങ്കിൽ പാണ്ഡവന്മാർ ക്രൗഞ്ചവ്യൂഹമാണ് കെട്ടിയത്. 2 സൈന്യങ്ങളുടെയും അറ്റത്തായിട്ട് കർണനും അർജുനനും നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ഒരു ഭാഗത്ത് കർണൻ, അപ്പുറത്തെ ഭാഗത്ത് അർജുനൻ. രണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടങ്ങും. യുദ്ധം ആരംഭിക്കാനായപ്പോഴേക്കും നമ്മുടെ ദ്രോണർ അങ്ങോട്ട് മുമ്പിലോട്ട് വന്നു. അപ്പോ ചില ദുശകുനങ്ങളൊക്കെ കണ്ടു. അതെല്ലാം അവഗണിച്ചുകൊണ്ട് ദ്രോണർ എന്ത് ചെയ്തു? കണ്ണടച്ച് തുറക്കുന്നതിനേക്കാളും മുമ്പേ പാണ്ഡവ സൈന്യത്തിലേക്ക് അങ്ങ് ചാടിക്കയറിയിട്ട് പാണ്ഡവ സൈന്യത്തില് ഒരുപാട് നാശനഷ്ടങ്ങൾ അങ്ങ് ഉണ്ടാക്കി. ഒരുപാട് ദിവ്യാസ്ത്രങ്ങളൊക്കെ ദ്രോണർ ഉപയോഗിച്ചിട്ട് പാണ്ഡവ സൈന്യത്തെ കൊന്നൊടുക്കാൻ തുടങ്ങിയപ്പോൾ ദൃഷ്ടദുമ്നൻ എന്ത് ചെയ്തു? കുറെ സൈന്യങ്ങളെയും കൂട്ടിക്കൊണ്ട് അങ്ങ് കയറി വന്നു. ദ്രോണരെ അങ്ങ് തടഞ്ഞവിടെ നിർത്തി. തീക്ഷ്ണമായിരിക്കുന്ന ബാണങ്ങൾ ഉപയോഗിച്ച് കൗരവ സൈന്യത്തെ അങ്ങ് ചിന്ന ഭിന്നമാക്കി കളഞ്ഞു. ഇത് കണ്ടപ്പോഴേക്കും ദ്രോണർക്ക് ഭയങ്കര ദേഷ്യം.
ദ്രോണര് പറഞ്ഞു, ദൃഷ്ടദ്യുമ്ന, നിന്റെ പാണ്ഡവ സൈന്യത്തെ മുഴുവൻ ഇന്ന് ഞാൻ സംഹരിക്കുന്നു പറഞ്ഞുകൊണ്ട് പാണ്ഡവ സഭയോട് ദ്രോണരങ്ങ് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ദ്രോണരുടെ പരാക്രമം കണ്ടപ്പോ നമ്മുടെ പാണ്ഡവന്മാരാകെ അങ്ങ് പേടിച്ചുപോയി. ധർമ്മപുത്രർ എന്ത് ചെയ്തു? ദൃഷ്ടദ്യുമ്നെയും അർജുനനെയും കൂടെ വിളിച്ചു. ധർമ്മപുത്രര് വേഗം വന്നിട്ട് ദൃഷ്ടദ്യുമ്നെയും അർജുനനെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആചാര്യനോട് എതിർക്കുവിൻ. മറ്റു മഹാനൃതന്മാര് ഒന്നിച്ചു ചേർന്ന് ദ്രോണാചാര്യന്റെ പരാക്രമണത്തിനെതിരെ വരുത്തുവിൻ. അല്ലാതെ രക്ഷയില്ല. പാണ്ഡവന്മാരെല്ലാവരും ഇത് കേട്ടപ്പോഴേക്ക് അങ്ങ് ഒന്നിച്ചോടി അങ്ങോട്ട് വന്നിട്ട് ദ്രോണാചാര്യരോട് അങ്ങ് എതിർക്കാൻ തുടങ്ങി. ദ്രോണരെ തടഞ്ഞു നിർത്താൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. പാണ്ഡവ സൈന്യത്തെ കൂട്ടമായിട്ട് അങ്ങ് നശിപ്പിക്കുന്നത് കണ്ടപ്പോഴേക്കും എല്ലാവരും പരിഭ്രമിച്ചു. എങ്കിലും ധൈര്യം കൈവിടാതെ നമ്മുടെ ഭീമസേനനും അർജുനനും കൂടി മുമ്പിലേക്ക് അങ്ങ് വന്നു. അവർ രണ്ടുപേരും മുമ്പിൽ വന്നിട്ട് പാണ്ഡവ സൈന്യത്തെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചപ്പോ നമ്മുടെ ദൃഷ്ടദ്യുമ്നും കൂട്ടരും കൂടി അങ്ങ് മുമ്പോട്ട് ഓടിക്കേറാൻ തുടങ്ങി. നല്ല കുതിരയെ വലിച്ചിട്ട് അവരങ്ങോട്ട് എതിരിടാൻ തുടങ്ങി. അവസാനം ദ്രോണരെ അങ്ങ് വധിച്ചു. നിയതിയെ ആർക്കാ തടുക്കാൻ സാധിക്കുക? ഒരാളെ കൊണ്ടും തടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ദ്രോണാചാര്യനെ ദൃഷ്ടദ്യുമ്നൻ വധിച്ചു. ദ്രോണർ വീരസ്വർഗം പ്രാപിച്ചു എന്ന് കേട്ടതോടുകൂടി ധൃതരാഷ്ട്രര് ദുഃഖം സഹിക്കാതെ തല ചുറ്റി താഴെ വീണു. പല രീതിയിൽ അദ്ദേഹം കരയാൻ തുടങ്ങി. അവസാനം വിഷമിച്ചു നെഞ്ചുപൊട്ടി കരയുന്ന രാജാവിനെ, നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവിനെ സഞ്ജയനും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് കാറ്റുവീശിയും വെള്ളം തളിച്ചും ഒക്കെ എഴുന്നേൽപ്പിച്ചു. മോഹാലസ്യപ്പെട്ട് വീണ രാജാവ്, നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവ് അബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റിട്ട് മഹാരാജാവ് ദ്രോണരുടെ വീരകൃത്യങ്ങളെ കുറിച്ചും മഹത്വത്തെയും കുറിച്ചൊക്കെ പറഞ്ഞു 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 കരയാൻ തുടങ്ങി. ഇത്രയും വീര്യനും വിശാരഥനും എല്ലാവർക്കും ഗുരുഭൂതനുമായ ആ ബ്രാഹ്മണോത്തമനെ ആരാണ് വധിച്ചത്? എന്തെല്ലാം വിദ്യകളാണ് ശത്രുക്കൾ അതിനായി പ്രയോഗിച്ചത് എന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ സഞ്ജയ എന്നും പറഞ്ഞ് ധൃതരാഷ്ട്രർ കരയാൻ തുടങ്ങി. കൃഷ്ണന്റെയും ധനഞ്ജയന്റെയും അജയ്യമായിരിക്കുന്ന ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ആ ശക്തിയെ പറ്റി ഓർത്ത് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും മക്കളോടുള്ള ആ വാത്സല്യം കൊണ്ട് കൗരവരുടെ ജയത്തെ ആഗ്രഹിക്കുന്ന നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവിന് ഒട്ടും സമാധാനമില്ല. അർജുനനെ പറ്റിയും കൃഷ്ണനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. എങ്കിൽ കൂടിയും എന്താ പറയാ, ഭയങ്കരം മക്കളോടുള്ള ആ ഒരു പുത്രവാത്സല്യം അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ധൃതരാഷ്ട്ര മഹാരാജാവിന്. എന്നാലും ധൃതരാഷ്ട്ര മഹാരാജാവിന് അറിയേണ്ടത് ഇനി എന്താ ചെയ്യാ, എന്റെ മക്കൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ദ്രോണർ തന്റെ മക്കളുടെ വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, ഇതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. അദ്ദേഹം മരിച്ചു, എന്നാലും എനിക്ക് അറിയണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ധൃതരാഷ്ട്ര മഹാരാജാവ്. അപ്പോ സഞ്ജയൻ എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും ദ്രോണരുടെ യുദ്ധത്തെ പറ്റി വിവരിക്കാൻ തുടങ്ങി. സേനാധിപത്യം കിട്ടിയതിനു ശേഷം സന്തുഷ്ടനായിരിക്കുന്ന ദ്രോണർ ദുര്യോധനോട് ചോദിച്ചു, ഉണ്ണി ദുര്യോധന, നീ എന്നെ സേനാധിപത്യം നൽകി സൽക്കരിച്ചിരിക്കുന്നു. ഇതിന് പ്രതിഫലമായി എന്തു വരമാണ് നീ ആഗ്രഹിക്കുന്നത്? എങ്കിൽ പറഞ്ഞുകൊള്ളുക, ഞാനത് സാധിപ്പിച്ചു തരാം. ഇതാരാ പറഞ്ഞത്? ദ്രോണാചാര്യർ. ആരോട്? ദുര്യോധനനോട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ദുര്യോധനൻ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, യുധിഷ്ഠിരനെ ജീവനോടെ പിടിച്ച് എന്റെ അടുക്കൽ എത്തിച്ചു തരിക എന്നത് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്ന വരം. ഇത് കേട്ടപ്പം നമ്മുടെ ദ്രോണർക്ക് ഭയങ്കര സന്തോഷം. യുധിഷ്ഠിരനെ ജീവനോടെ കൊണ്ടു കൊടുക്കാൻ. ആർക്ക്? ദുര്യോധനന്. നല്ലത് ദുര്യോധന, നീ യുധിഷ്ഠിരനെ ജീവനോടുകൂടി പിടിക്കുവാനാണല്ലോ ആഗ്രഹിക്കുന്നത്, അവനെ വധിക്കുവാൻ ആഗ്രഹിച്ചില്ലല്ലോ. യുധിഷ്ഠിരൻ അജാതശത്രുവാണ്.
അദ്ദേഹത്തെ ജീവിപ്പിക്കാൻ അനുവദിക്കുന്നത് കൊണ്ട് നീ കുലത്തെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് കേട്ട് ദുര്യോധനന്റെ വിഷമം. ദുര്യോധനൻ ആഗ്രഹിച്ചത് യുധിഷ്ഠിരനെ ജീവനോടെ കിട്ടാൻ. എന്നാൽ ദ്രോണാചാര്യർ പറഞ്ഞു കൊടുക്കുന്നത്, നീ യുധിഷ്ഠിരനെ ജീവനോടെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിന്റെ കുലത്തെ നശിപ്പിക്കും. ഇത് കേട്ടപ്പോ നമ്മുടെ ദുര്യോധനന്റെ ഉള്ളിൽ എന്താന്ന് അങ്ങോട്ട് പറഞ്ഞു, ഗുരു, ധർമ്മപുത്രനെ കൊന്നാൽ എനിക്ക് യുദ്ധത്തിൽ വിജയം ലഭിക്കുകയില്ല. ഭീമനും പാർത്ഥനും കൂടി നമ്മെ എല്ലാവരെയും കാലപുരിക്കയക്കും. സത്യപ്രതിജ്ഞനായിരിക്കുന്ന ധർമ്മപുത്രനെ കയ്യിൽ കിട്ടിയാൽ വീണ്ടും ചൂത് കളിച്ച് അവരെ കാട്ടിലേക്ക് അയക്കാം. അത് എന്നേക്കുമുള്ള എന്റെ വിജയമായി തീരും. ദുര്യോധനന്റെ വഞ്ചനാപരമായിരിക്കുന്ന തന്ത്രം അത് മനസ്സിലാക്കിയപ്പം ദ്രോണർ ആ വരം അങ്ങ് നൽകി. അദ്ദേഹം പറഞ്ഞു, വീരനായിരിക്കുന്ന ധർമ്മജനെ പോരിൽ അർജുനൻ കാക്കുന്നില്ലെങ്കിൽ അവനെ നിന്റെ അധീനതയിൽ കിട്ടിയെന്ന് നീ ഉറപ്പിച്ചോളൂ ദുര്യോധന. അർജുനൻ അജയ്യനാണ്. എന്റെ ശിഷ്യനാണെങ്കിലും അസ്ത്രപ്രയോഗത്തിൽ അവൻ എന്നേക്കാളും സമർത്ഥനാണ്. അവൻ മാറി നിന്നാൽ ധർമ്മജനെ പിടിക്കുന്നത് വളരെ എളുപ്പമാണ്. ഞാൻ സാധിപ്പിച്ചു തരാം ദുര്യോധന. ഇത് കേട്ടപ്പോ നമ്മുടെ ധാർത്തരാഷ്ട്രന്മാരായിരിക്കുന്ന കൗരവന്മാർക്കൊക്കെ ഭയങ്കരം സന്തോഷമായി. ഈ ഒരു പ്രതിജ്ഞ, നമ്മുടെ ദ്രോണാചാര്യർ കൊടുത്ത ഈ ഒരു പ്രതിജ്ഞ അത്രയ്ക്ക് അവരങ്ങ് കൊട്ടിഘോഷിച്ചു എല്ലായിടത്തും. ധർമ്മപുത്രരാണെങ്കിലോ ദ്രോണാചാര്യർ ദുര്യോധനനോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാക്ക്, ഈ ഒരു പ്രതിജ്ഞ ചാരന്മാർ വഴി നമ്മുടെ ധർമ്മപുത്രർ അറിഞ്ഞു. അദ്ദേഹം അനുജന്മാരെയൊക്കെ വിളിച്ചു. എന്നിട്ട് പാർത്ഥനോട് പറയാണ്, പാർത്ഥൻ തന്നെയാണ് ധനഞ്ജയൻ, അദ്ദേഹത്തിനോട് പറയാണ്, അർജുനനോട് പറയാണ്, അർജുന, കേട്ടില്ലേ ആചാര്യന്റെ പ്രതിജ്ഞ? അദ്ദേഹം വെച്ചിട്ടുള്ള ഉപാധി നീ എന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ എന്നാണ്. അതുകൊണ്ട് ഈ പ്രതിജ്ഞ സത്യമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നീയാണ്. നീ എപ്പോഴും എന്റെ അടുത്ത് നിന്ന് പൊരുതണം. അർജുനൻ ഇത് കേട്ടപ്പം തന്നെ ചേട്ടനായ ധർമ്മപുത്രർക്ക് ഉറപ്പ് കൊടുത്തു, ഞാൻ ഗുരുവധം ചെയ്യുകയില്ല. എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആചാര്യൻ അങ്ങയെ പിടികൂടുവാൻ സാധിക്കുകയില്ല ചേട്ടാ, ഞാൻ സത്യം ചെയ്യുന്നു. അർജുനൻ ധർമ്മപുത്രർക്ക് സത്യം ചെയ്തു കൊടുത്തു. എന്തായാലും ഗുരുവിനെ കൊല്ലില്ല എന്ന് അർജുനൻ പറഞ്ഞു. പക്ഷേ ഗുരുവിന് ചേട്ടനെ കൊല്ലാനും സാധിക്കില്ല എന്ന് ഉറപ്പ് നൽകി അർജുനൻ. ഉടനെ തന്നെ ശംഖനാദത്തോടെ, വലിയ ശംഖനാദമൊക്കെ മുഴങ്ങി, ഭേരിയും പടനായാട്ടും സൈന്യങ്ങളും എല്ലാം കൂടി അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് എന്താ പറയാ തുടങ്ങി. എന്തിന്? യുദ്ധം ചെയ്യാനുള്ള എല്ലാ ഒരുക്കപ്പാടും. യുദ്ധം ചെയ്യാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. 11ാം ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് അടുത്ത യുദ്ധത്തിന് റെഡിയാവുകയാണ്. യുദ്ധം ആരംഭിക്കാൻ പോവാണ്. അതിന്റെ മുന്നോടിയായിട്ട് എന്തുണ്ടായി? അതിന്റെ മുന്നോടിയായിട്ട് ഭേരി പടനാഹങ്ങളും സൈന്യങ്ങളുടെ സിംഹനാദവും അന്തരീക്ഷത്തിൽ അങ്ങ് മുഴങ്ങി. യുദ്ധം ആരംഭിച്ചു. യുദ്ധം ആരംഭിച്ചു. ദ്രോണരുടെ പടയിൽ കയറുവാനായി പാഞ്ചാലന്മാരും സൃഞ്ജയന്മാരും ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അതുപോലെ പാണ്ഡവ പടയിലേക്ക് കയറാൻ കൗരവന്മാർക്കും സാധിക്കുന്നില്ല. പക്ഷേ ദ്രോണർ എന്ത് ചെയ്തു?
ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് പാണ്ഡവ സൈന്യത്തെ പല രീതിയിൽ അങ്ങ് ദ്രോഹിച്ചു. ഉണങ്ങിയ കാട്ടില് നമ്മളൊരു തീ വെച്ചാൽ എങ്ങനെയിരിക്കും, അതുപോലെ ദ്രോണർ എന്ത് ചെയ്തു, പാണ്ഡവ പടയിൽ അങ്ങ് സഞ്ചരിച്ചു. ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണേ. ഉടനെ തന്നെ പാണ്ഡവ പടയും അങ്ങ് എഴുന്നേറ്റു. ഭയങ്കരമായിരിക്കുന്ന പറഞ്ഞാ തീരാത്തത്ര വലിയ ഒരു സംഭവ ബഹുലമായ യുദ്ധമാണ് അവിടെ നടന്നത്. ദ്രുപദ രാജാവും ഭഗദത്തനും തമ്മിലുള്ള യുദ്ധം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാ മഹാരഥന്മാരും എന്ത് ചെയ്ത് അവരവരുടെ യുദ്ധ സാമർഥ്യമൊക്കെ ശരിക്കും കാണിച്ചൊരു ദിവസമായിരുന്നു 11ാം ദിവസത്തെ യുദ്ധം. അവരിൽ ഏറ്റവും പ്രഗത്ഭമായി നിന്നത് ആരാന്നറിയോ? അർജുനന്റെ മകനായ അഭിമന്യുവാണ്. അയാളുടെ ആ അഭിമന്യുവിന്റെ ഒരു അസാധാരണമായിരിക്കുന്ന പരാക്രമം കണ്ടിട്ട് നമ്മുടെ കൗരവന്മാരൊക്കെ ഞെട്ടിപ്പോയി. ജയദ്രഥൻ, ശല്യൻ, സിന്ധുരാജൻ അവരൊക്കെ എത്ര ശ്രമിച്ചിട്ടും അഭിമന്യു ഇങ്ങനെ കേറി കേറി വരുന്നത് ഒരു തരത്തിലും തടുക്കാൻ പറ്റുന്നില്ല. പലരുടെയും എന്താ പറയാ തലയറുത്തിട്ട് അഭിമന്യു അങ്ങ് ഭൂമിയിൽ അങ്ങ് ഇട്ടേക്കാണ്. അത് ഭൂമി കിടന്ന് തല ഇങ്ങനെ ഉരുണ്ട് മറിയാണ്. പല തരത്തിലുള്ള ആയുധങ്ങളാണ് അഭിമന്യു ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് അഭിമന്യു അങ്ങ് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ശല്യന്റെ സൂതനെ കൊന്നപ്പോ ശല്യൻ ഒരു ഗദയെടുത്ത് തേരുന്നങ്ങ് ചാടി അങ്ങോട്ട് ഇറങ്ങി. അത് കണ്ട് ഭീമസേനൻ എന്ത് ചെയ്തു, ഗദയും ചുരുട്ടിക്കൊണ്ട് നേരെ അങ്ങ് ശല്യന്റെ അടുത്തേക്ക് ചെന്നു. സുഭദ്രയുടെ മകനും ഒരു ഗദയെടുത്തിട്ട് വരൂ വരൂ എന്ന് പറഞ്ഞെങ്കിലും ഭീമസേനൻ അവനെ തടഞ്ഞവിടെ നിർത്തി. എന്നിട്ട് ശല്യനോടാണ് എതിരിടുന്നത്. ആ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ദേവന്മാരൊക്കെ ഇങ്ങനെ ആകാശത്തിൽ വന്ന് നിൽക്കുകയാണ്. അത്രയും ശക്തിയോടുള്ള ഗദ കൊണ്ട് അടി കിട്ടിയിട്ടും ഇവർക്കൊന്നും ഒരു കുലുക്കോ ഇല്ല. അങ്ങനെ ഒരുപാട് നേരം പരസ്പരം അങ്ങോട്ട് അടിച്ചടിച്ച് നിന്നിട്ടും ഭീമന്റെ മർമ്മം നോക്കി ഭീമൻ ശല്യനെ അങ്ങ് അടിച്ചപ്പോഴേക്കും ശല്യര് ബോധം കെട്ട് വീണു. മർമ്മം നോക്കി കൊടുത്തു ഭീമൻ. അതോടെ ശല്യര് ബോധം കെട്ട് വീണു. കൃതവർമാവ് എന്ത് ചെയ്തു, ഉടനെ വന്നിട്ട് ശല്യരെ അങ്ങ് പിടിച്ച് വലിച്ചങ്ങോട്ട് തരയിൽ കയറ്റി. എന്ത് ചെയ്തു, തേരിൽ അങ്ങോട്ട് കയറ്റി. എന്നിട്ട് പോരിൽ നിന്ന് അങ്ങ് പിന്മാറി. ഭീമൻ എന്ത് ചെയ്തു, ഗദയും ചുറ്റിക്കൊണ്ട് ഓടി പോർക്കളത്തിലെത്തി. പാണ്ഡവന്മാര് ജയഘോഷം മുഴക്കിക്കൊണ്ട് വിജയം അങ്ങ് ആഘോഷിച്ചു. കൗരവ സൈന്യം ഇത് കണ്ട് പേടിച്ച് 4 പാടും അങ്ങ് ഓടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയവര്. കൗരവ സൈന്യം ചിന്നിച്ചെതറി ഓടുന്നത് കണ്ടപ്പോ നമ്മുടെ വൃഷസേനൻ മുന്നോട്ട് വന്നിട്ട് അസ്ത്രം കൊണ്ടൊരു മായ ഉണ്ടാക്കി തടഞ്ഞവിടെ നിർത്തി. യുദ്ധക്കളം മുഴുവൻ അസ്ത്രങ്ങൾ കൊണ്ട് മൂടിയപ്പോ പാണ്ഡവ പക്ഷത്തുണ്ടായിരുന്ന കുറച്ച് രാജാക്കന്മാര് വൃഷസേനനോട് അങ്ങ് ഏറ്റുമുട്ടി. ഭയങ്കരമായ യുദ്ധത്തിന് ശേഷം വൃഷസേനൻ തോറ്റു പിന്മാറി ഓടിപ്പോയി. പിന്നെ ഒരു സമുദ്രം വരുന്നത് പോലെയാണ് പാണ്ഡവ സൈന്യം അങ്ങ് വന്നത്. ഒരു കടലെങ്ങനെ വരും അതുപോലെ അങ്ങ് വന്നു. എന്നിട്ടോ ശത്രു സംഹാരം, ശത്രുക്കളെ കൊല്ലുന്ന കാര്യത്തില് സാമർത്ഥ്യം കാണിച്ച എന്താ പറയാ ജീവനും കൊണ്ട് ഓടിപ്പോകുന്ന സൈന്യത്തെ, കൗരവ സൈന്യത്തെ പിടിച്ചു നിർത്താൻ ദ്രോണർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. ദ്രോണര് പാണ്ഡവ സൈന്യം സമുദ്രം പോലെ വന്നപ്പോഴേക്കും കൗരവ ഭാഗത്തുള്ളവരൊക്കെ അങ്ങ് പേടിച്ച് തിരിഞ്ഞോടാൻ തുടങ്ങി. അവരെ പിടിച്ചു നിർത്താൻ നമ്മുടെ ദ്രോണര് ശരിക്കും അങ്ങോട്ട് കഷ്ടപ്പെട്ടു. ദ്രോണര് എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് ധർമ്മപുത്രരോട് അങ്ങ് യുദ്ധം തുടങ്ങി. അദ്ദേഹത്തെ സഹായിക്കാൻ വന്നവരെ എല്ലാവരെയും അസ്ത്രമയച്ച് അങ്ങ് ദ്രോണര് ഓടിച്ചു വിട്ടു. പലരെയും കൊന്നുകളഞ്ഞു. ദ്രോണര് ഒരു സംഹാര താണ്ഡവമാടിക്കൊണ്ടാണ് നമ്മുടെ ധർമ്മപുത്രന്റെ അടുത്തേക്ക് വന്നത്. രാജാവിനെ കൊന്ന് 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 ആർത്ത് വിളിച്ചു ജനങ്ങൾ. ധർമ്മപുത്രരെ പിടിച്ചിട്ട് ഇപ്പൊ ദുര്യോധനന് കാഴ്ചവെക്കും എന്നാണ് കൗരവരും വിചാരിച്ചത്. ദ്രോണര് ധർമ്മപുത്രരെ പിടിച്ചു കെട്ടിയിട്ട് ദുര്യോധനന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്ന കൗരവന്മാരും വിചാരിച്ചു. അപ്പോ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ ഭയങ്കരമായിട്ടൊരു ശബ്ദം കേട്ടു. ഭയങ്കര ശബ്ദം. കാരണം എന്താ, വല്ലാത്തൊരു ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. കാരണം ആരെങ്കിലും വന്നില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ദ്രോണര്
എന്താ ചെയ്യാ? നമ്മുടെ ധർമ്മപുത്രനെ പിടിച്ച് കെട്ടി നേരെ കൊണ്ടുവന്നിട്ട് ആരെടുത്ത് വെക്കും? നമ്മുടെ ദുര്യോധനന്റെ അടുത്ത് വെക്കും. അതാണല്ലോ ദുര്യോധനന്റെ ആവശ്യം. അന്ന് കരുതിക്കൊണ്ട് ദുര്യോധനൻ നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ കൊണ്ടുവരുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കെ നമ്മുടെ അർജുനൻ വന്നു. അർജുനന്റെ വരവങ്ങട് ഭയങ്കരമായിട്ടൊരു രഥധ്വനി കിടുകിട്ടാ വിറപ്പിച്ചുകൊണ്ട് അർജുനൻ വരികയാണ്. അതിവേഗത്തിൽ അർജുനൻ അവിടെ എത്തിക്കഴിഞ്ഞു. ധനഞ്ജയൻ എത്തി. പാർത്ഥന്റെ ശരങ്ങൾ കൊണ്ട് ദ്രോണർക്ക് രക്ഷയില്ല. പാർത്ഥൻ വിട്ട ആ ഒരു എന്താ പറയാ ശരങ്ങള് ദ്രോണർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. യുദ്ധക്കളത്തിൽ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പോലെ അർജുനൻ അങ്ങ് ശരങ്ങൾ അങ്ങ് എടുത്തെറിഞ്ഞ്. ദ്രോണർ എന്ത് ചെയ്തു? ബാക്കിയുണ്ടായ സൈന്യങ്ങളെയും കൊണ്ട് ദ്രോണർ ഓടിപ്പോയി. ഒരു രക്ഷയില്ല, അർജുനന് മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അതോടുകൂടി ഓടി ജീവനും കൊണ്ട് ദ്രോണര്. കൃഷ്ണനും അർജുനനും എന്ത് ചെയ്തു? നോക്കി നിൽക്കെ ഇവരൊക്കെ തിരിഞ്ഞോടുന്നത് കണ്ടപ്പം ബാക്കി സൈന്യങ്ങളോട് പറഞ്ഞു പോരെ എന്നും പറഞ്ഞിട്ട് കൃഷ്ണനും അർജുനനും അന്നത്തെ യുദ്ധവും മതിയാക്കി നേരെ അവരെയും കൂട്ടി താമസ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഇനി 12-ാം ദിവസത്തെ യുദ്ധം വരികയാണ്. യുധിഷ്ഠിരനെ പിടിക്കാൻ പറ്റാണ്ട് സാധിക്കാതെ നിരാശനായി പോയ ദ്രോണർ എന്ത് ചെയ്തു? ദുര്യോധനനോട് പറയാണ്. യുധിഷ്ഠിരനെ പിടിച്ചോണ്ട് വരാന്നാണല്ലോ ദുര്യോധനനോട് പറഞ്ഞത്. പിടിക്കാൻ പറ്റാതെ വിഷമിച്ച് നമ്മുടെ ദ്രോണർ എന്ത് ചെയ്തു എന്നറിയോ? ദുര്യോധനന്റെ അടുത്ത് വന്ന് പറയാണ്, ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ അർജുനനെ ജയിക്കാൻ സാധ്യമല്ല എന്ന്. അർജുനന്റെ രക്ഷയിലിരിക്കുന്ന ധർമ്മപുത്രരെയും പിടിക്കാൻ സാധ്യമല്ല എന്ന്. കൃഷ്ണാർജുനന്മാർ അജയ്യരാണ് കാര്യത്തിൽ സംശയമേ വേണ്ട. എങ്ങനെയെങ്കിലും പാർത്ഥനെ അകറ്റി നിർത്തുകയാണെങ്കിൽ നിഷ്പ്രയാസം ഞാൻ ധർമ്മപുത്രനെ പിടിച്ചു തരാം. ആരെങ്കിലും അർജുനനെ പോരിന് വിളിച്ച് ദൂരേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് ദുര്യോധന. അർജുനൻ അവരെ ജയിക്കാതെ മടങ്ങി വരികയില്ല. അതിനു മുമ്പ് ധർമ്മപുത്രരെ ഞാൻ പിടിച്ചു തരികയും ചെയ്യാം. അത് കേട്ടപ്പോ നമ്മുടെ ത്രിഗർത്ത രാജാവ് വന്നിട്ട് പറയാണ്, ഞങ്ങൾ ആ കാര്യമേറ്റു. അർജുനൻ അപമാനിതരായ ഞങ്ങൾ അവനെ കൊല്ലുവാൻ തരം നോക്കിയിരിക്കുകയാണ്. നാളെ ഞങ്ങൾ പാർത്ഥനെ യുദ്ധത്തിന് വിളിച്ച് ദൂരേക്ക് കൊണ്ടുപോയി കൊല്ലാം. അർജുനനെ വധിച്ചാലേ ഞങ്ങൾക്ക് രക്ഷ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നാളെ ഞങ്ങൾ അത് നിർവഹിക്കാം. സത്യരഥൻ, സത്യവർമാവ്, സത്യേഷു, സത്യവ്രതൻ, സത്യകർമ്മൻ, ഇങ്ങനെ 5 പേരാണ് ത്രിഗർത്ത രാജാക്കന്മാര്. ആരൊക്കെയാണ്? സത്യരഥൻ, സത്യവർമാവ്, സത്യേഷു, സത്യവ്രതൻ, സത്യകർമ്മൻ, ഇങ്ങനെ 5 പേരാണ് ത്രിഗർത്ത രാജാക്കന്മാരെന്ന് പറയുന്നത്. അവരാണ് അർജുനനെ നാളെ വേറെ വഴിക്ക് കൊണ്ടുപോയി കൊല്ലാമെന്ന് വാക്കുകൊടുത്തത്. ഇവർ 5 സഹോദരന്മാരാണേ. അങ്ങനെ അഗ്നി ജ്വലിപ്പിച്ചിട്ട് അർജുനനെ സംഹരിക്കുമെന്നുള്ള ആ സത്യം അവർ ചെയ്യാണ്. എന്തായാലും കൊല്ലും അർജുനനെ എന്ന്. അടുത്ത ദിവസം രാവിലെ അവർ പോയിട്ട് അർജുനനെ അങ്ങ് പോരിന് വിളിച്ചു. പാർത്ഥനാകട്ടെ നമ്മുടെ അർജുനൻ എന്ത് ചെയ്തു? സത്യജിത്തിനെ ധർമ്മപുത്രന്റെ രക്ഷയ്ക്കായിട്ട് നിർത്തി. കാരണം ധർമ്മപുത്രരുടെ അടുത്ത് നിന്ന് അർജുനൻ മാറിയാൽ നമ്മുടെ ദ്രോണര് കയറും. അപ്പൊ അർജുനനെ ആരെങ്കിലും പോരിന് വിളിച്ചാൽ അർജുനൻ പോകാതിരിക്കില്ല. അപ്പൊ അർജുനൻ വിചാരിച്ചു, ഞാൻ പോയാൽ ചേട്ടൻ ഒറ്റയ്ക്കാവും. അപ്പൊ അർജുനൻ എന്ത് ചെയ്തു? സത്യജിത്തിനെ എന്ത് ചെയ്ത് ധർമ്മപുത്രന്റെ രക്ഷയ്ക്കായിട്ട് നിർത്തി. അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി അവരോട് യുദ്ധം ചെയ്യാൻ പോയി. ത്രിഗർത്തന്മാർ ഒരുപാട് ദൂരെ നിന്നിരുന്നത് കണ്ട് അർജുനനും അത്രയും ദൂരേക്ക് പോയി.
ആ തക്കം നോക്കി ദുര്യോധനന്റെ സൈന്യം പോയിട്ട് ധർമ്മപുത്രരോട് ഏറ്റുമുട്ടി. രണ്ട് മഹാസൈന്യങ്ങളും തമ്മിൽ ഭയങ്കര പോരാട്ടമായി, അത്യുഗ്രമായ യുദ്ധം. സംശപ്തകന്മാരെന്ന് പറയുന്ന തൃഗർത്തന്മാർ, ഈ 5 പേര് കേട്ടോ, അർജുനൻ വരുന്നത് കണ്ടപ്പോ തൃഗർത്തന്മാർക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, വീണടാ വീണു എന്നവർക്ക് സന്തോഷമായി. അട്ടഹസിച്ചുകൊണ്ട് സിംഹധ്വനിയൊക്കെ ഉണ്ടാക്കുന്ന അവരട്ടഹസിച്ചു സിംഹധ്വനി മുഴക്കാണ്. അവരെ കണ്ടപ്പോ എന്തുണ്ടായി? നമ്മുടെ പാർത്ഥൻ, അതായത് അർജുനൻ, കൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ കേശവ, മരിക്കാൻ പോകുന്ന അവൻ സന്തോഷം കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് കണ്ടില്ലേ? നാളത്തേക്കുള്ള എൻ്റെ വർക്ക് റെഡിയായി, അതുകൊണ്ടാണ് ആ കോൾ എടുത്ത്. ക്ഷമിക്കണം കേട്ടോ, രക്ഷയില്ല. അപ്പം അർജുനൻ പറയാണ്, അല്ലയോ കേശവ, മരിക്കാൻ പോകുന്ന അവൻ സന്തോഷം കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് കണ്ടില്ലേ? ഉടനെ വീരസ്വർഗം പ്രാപിക്കാൻ സാധിക്കുന്നതിനുള്ള സന്തോഷമായിരിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അർജുനൻ എന്ത് ചെയ്തു? ശംഖെടുത്തിട്ട് അർജുനൻ ഉച്ചത്തിൽ അങ്ങ് ഊതാൻ തുടങ്ങി. ആ ശംഖധ്വനി കേട്ടപ്പോ തൃഗർത്തന്മാർക്ക് ആകെ ഒരു പേടി. അർജുനൻ ശംഖെടുത്ത് ഊതിയപ്പോഴേക്കും ആകെപ്പാടെ തൃഗർത്തന്മാർ വിറയ്ക്കാൻ തുടങ്ങി. എങ്കിലും അവര് ധൈര്യം കൈവിടാതെ പൊരുതാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും അർജുനനെ വിളിച്ചു. ഇനിയിപ്പം യുദ്ധം ചെയ്യാതെ പറ്റില്ല, യുദ്ധം ചെയ്തേ പറ്റൂ. സുതധ്വാവിനെ പാർത്ഥൻ എളുപ്പത്തിൽ കൊന്നത് കണ്ടപ്പം സൈന്യങ്ങളെ, പേടിച്ചോടുന്ന സൈന്യങ്ങളെ ധൈര്യപ്പെടുത്തി. ആദ്യത്തെ ആളെ തന്നെ അർജുനൻ കൊന്നു. അത് കണ്ടപ്പോഴത്തേക്കും സൈന്യങ്ങളൊക്കെ പേടിച്ചോടാൻ തുടങ്ങി. എന്നാൽ കൂടി സൈന്യങ്ങളെല്ലാം ധൈര്യം കൊടുത്തുകൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു. തൃഗർത്തന്മാരെന്ത് ചെയ്ത് തങ്ങളുടെ പ്രതിജ്ഞയോർത്തിങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ദുര്യോധനനും ദ്രോണർക്കും ഒരു പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ട്. അർജുനനെ യുധിഷ്ഠിരന്റെ അടുത്തുനിന്ന് മാറ്റിയിട്ട് ഉറപ്പായിട്ടും അർജുനനെ കൊന്നിരിക്കും. അപ്പോ അവിടെ ദ്രോണാചാര്യർക്ക് നമ്മുടെ യുധിഷ്ഠിരനെ പിടിച്ച് ദുര്യോധനന്റെ അടുത്ത് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ യുധിഷ്ഠിരനെ കൊല്ലാം. ഇതാണ് പ്ലാനിങ്. അപ്പൊ ഒരാളെ കൊന്നു അർജുനൻ. എന്നാൽ കൂടിയും മറ്റ് സൈന്യങ്ങളും ബാക്കി 4 പേരും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. എന്തായാലും ഞങ്ങൾ പ്രതിജ്ഞ കൊടുത്തു, കൊന്നേ അടങ്ങൂന്നും പറഞ്ഞിട്ട്. അപ്പൊ അർജുനൻ വന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, തൃഗർത്തന്മാരുടെ അടുത്തേക്ക് തന്നെ തേരോടിക്കുക. മരിച്ചല്ലാതെ അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ അവരുടെ കഥ കഴിച്ചേക്കാം. കൃഷ്ണാർജുനന്മാർ വീണ്ടും പോർക്കളത്തിലെത്തിയിട്ട് പാർത്ഥൻ എന്തു ചെയ്തു? ഗാണ്ഡീവത്തിൽ നിന്ന്, സംഹാരിയായിരിക്കുന്ന ഗാണ്ഡീവത്തിൽ നിന്ന് ഒരുപാട് ശരങ്ങൾ അങ്ങ് ഒരേ സമയം ശത്രുക്കളുടെ നേരെ വിട്ടു. അതോടുകൂടി ശത്രുക്കളാകെ വീർപ്പ് മുട്ടാൻ തുടങ്ങി. അർജുനനോട് എതിർത്ത് നിൽക്കാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? ഇവരുടെ ഒരു വിഡ്ഢിത്തരം ആലോചിച്ചു നോക്കണം. ആദ്യം തന്നെ ശത്രുക്കളും വിട്ടില്ല എന്നുള്ളതാണ്. അവരെല്ലാരും കൂടി അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്ന് ശരങ്ങൾ അയച്ചപ്പോ തിരിച്ച് അവരങ്ങോട്ടും ശരങ്ങൾ അയച്ചു. കൃഷ്ണനെയും അർജുനനെയും കൂടെ ശരങ്ങൾ കൊണ്ട് അങ്ങ് മൂടിക്കളഞ്ഞു. അർജുനൻ എന്തേത്? ത്വാഷ്ട്രം എന്ന് പറയുന്ന ഒരു അസ്ത്രം അങ്ങ് കയ്യിലെടുത്തു. അതിന്റെ ശക്തി കൊണ്ട് ശത്രുക്കൾ നോക്കുന്നിടത്തെല്ലാം പാർത്ഥന്മാര്. ശത്രുക്കൾ എവിടെ നോക്കിയാലും ചുറ്റിനും പാർത്ഥന്മാര്. യഥാർത്ഥ പാർത്ഥൻ ഏതാന്ന് കാണാൻ പറ്റുന്നില്ല. എല്ലായിടത്തും പാർത്ഥന്മാര് തന്നെ. കുറെ പേര് അർജുനനാണെന്ന് വിചാരിച്ച് സ്വന്തം സൈന്യങ്ങളെ തന്നെ വധിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അവരവരുടെ സൈന്യങ്ങളെ തന്നെ അർജുനനാണെന്ന് കരുതിയിട്ട് വധിക്കാൻ തുടങ്ങി. ആ ഒരു മോഹം തീർന്നതിന് ശേഷം അവിടെ ഭയങ്കരമായിട്ടുള്ള യുദ്ധം തുടങ്ങി. അങ്ങനെ അർജുനനും സംശപ്തന്മാരും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ദ്രോണർ എന്തു ചെയ്തു? ധർമ്മപുത്രരോട് പോരിട്ടു.
ധർമ്മപുത്രരെ ഈ തക്കത്തിൽ ദ്രോണർക്ക് കിട്ടി. വ്യൂഹം കെട്ടിയിട്ട് യോദ്ധാക്കൾ എന്ത് ചെയ്തു? ധർമ്മപുത്രരുടെ രക്ഷയ്ക്കായിട്ട് അങ്ങോട്ട് എത്തി. ധർമ്മപുത്രരുടെ ഭാഗത്തുള്ളവര് ധർമ്മപുത്രരുടെ രക്ഷയ്ക്കായിട്ട് അങ്ങ് വന്നു നിന്നു. അതുകൊണ്ട് ദ്രോണര് വിചാരിച്ച കാര്യം അന്ന് നടന്നില്ല. ധർമ്മപുത്രരെ പിടിച്ചു കെട്ടാൻ സാധിച്ചില്ല. അങ്ങനെ 13-ാം ദിവസത്തെ യുദ്ധം തുടങ്ങി. അടുത്ത ദിവസം രാവിലെ ദ്രോണർ എന്ത് ചെയ്തു? നല്ല ദൃഢനിശ്ചയത്തോടുകൂടി, ഉറച്ച തീരുമാനത്തോടുകൂടി ദുര്യോധനനെ സമാധാനിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനങ്ങോട്ട് പുറപ്പെട്ടു. അന്ന് ഗരുഡവ്യൂഹം ചമച്ചിട്ട് പ്രധാനപ്പെട്ട യോദ്ധാക്കളെ എല്ലാവരെയും ദ്രോണർ എന്ത് ചെയ്തു? യഥാസ്ഥാനത്ത് നിർത്തി. കാരണം സേനാധിപതിയാവുമ്പോ പറഞ്ഞു കൊടുക്കണമല്ലോ, നിങ്ങൾ ഇന്ന സ്ഥാനത്ത് നിൽക്കൂ, ഇന്ന സ്ഥാനത്ത് നിൽക്കൂ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കണമല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും യഥാസ്ഥാനത്ത് നിർത്തി. മാക്സിമം ലൈവ് ഷെയർ ചെയ്യണേ. നമ്മുടെ അഡ്മിൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് ഷെയറിങ് കുറവാണെന്ന്. പിളർക്കാൻ സാധിക്കാത്ത ആ ഒരു ദുർജയമായിരിക്കുന്ന വ്യൂഹം കണ്ടിട്ട് ധർമ്മപുത്രർ എന്ത് ചെയ്തു? ദൃഷ്ടദ്യുമ്നനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന് ആ ബ്രാഹ്മണന്റെ പിടിയിൽ അകപ്പെടാത്ത വിധം യുദ്ധത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ആരോട്? ദൃഷ്ടദ്യുമ്നനോട്. ഞാൻ ഇന്ന് ആ ബ്രാഹ്മണന്റെ കയ്യിൽ അകപ്പെടാത്ത വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. ദൃഷ്ടദ്യുമ്നൻ അങ്ങ് സമാധാനിപ്പിച്ചു. ദ്രോണൻ എത്ര ശ്രമിച്ചാലും ഭവാനെ പിടികൂടാൻ സാധിക്കില്ല, അതിനുള്ള ശക്തി ദ്രോണർക്കില്ല എന്നങ്ങോട്ട് പറഞ്ഞു. ദ്രോണരെ കൂട്ടുകാരോടുകൂടി ഞാൻ തടുത്തോളാം. ഞാൻ ജീവനോടിരിക്കെ ഭവാൻ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. ദ്രോണൻ എന്നെ ജയിക്കാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു. ദ്രോണർ ഒരിക്കലും ദൃഷ്ടദ്യുമ്നനോട് യുദ്ധം ചെയ്യില്ല. കാരണം ദൃഷ്ടദ്യുമ്നനാണ് ദ്രോണരെ കൊല്ലുക. മനസ്സിലായില്ലേ? കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? എനി ഡൗട്ട്? ക്ലിയർ? ഇതുവരെ എടുത്ത ക്ലാസ് ഓക്കെ ആണോ? മനസ്സിലായോ? കൺഫ്യൂഷനായി പോകരുത്. ദൃഷ്ടദ്യുമ്നനാണ് ദ്രോണരെ കൊല്ലുക. അതുകൊണ്ട് ദ്രോണർ ഒരിക്കലും ദൃഷ്ടദ്യുമ്നനോട് യുദ്ധം ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? വേഗം കമന്റ് ഇടൂ. ഓക്കെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ധ്രുപദപുത്രൻ എന്ത് ചെയ്ത്? നന്നായിട്ട് അങ്ങോട്ട് ശരങ്ങൾ വർഷിക്കാൻ തുടങ്ങി ദ്രോണർക്ക് നേരെ. മുമ്പിൽ ദൃഷ്ടദ്യുമ്നനെ കണ്ടപ്പോ ദ്രോണർക്ക് ആകപ്പാടെ ഒരു അസന്തുഷ്ടത വന്നു, ഒരു ഇഷ്ടക്കേട് വന്നു. കാരണം ദ്രോണർക്കറിയാം ദൃഷ്ടദ്യുമ്നൻ എന്തായാലും ദ്രോണരെ കൊല്ലുമെന്ന്. അപ്പം ദൃഷ്ടദ്യുമ്നനെ കണ്ടപ്പോഴത്തേക്കും ദ്രോണരുടെ മുഖമൊക്കെ അങ്ങ് മാറി, മൈൻഡൊക്കെ ആകെ അപ്സെറ്റായി. യുദ്ധം ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ദ്രോണർ ആലോചിച്ച് ചിന്തിച്ചു, ആരെ കൊണ്ടുവരാം? ദുർമുഖനെ വിളിച്ചു മുമ്പിലിട്ടു. ദുർമുഖനോട് പറഞ്ഞു മുമ്പിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. ദുർമുഖനും ദൃഷ്ടദ്യുമ്നനും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു. ദുർമുഖനോട് യുദ്ധം ചെയ്യുന്നതോടുകൂടി തന്നെ ദൃഷ്ടദ്യുമ്നൻ എന്ത് ചെയ്തു? ദുർമുഖനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടേ കൂടെ ദൃഷ്ടദ്യുമ്നൻ എന്ത് ചെയ്തു? ദ്രോണർക്ക് നേരെ കുറച്ച് ശരം അങ്ങോട്ട് വിട്ട് ദ്രോണരെ അങ്ങ് കൊന്നു. ദ്രോണരെ അങ്ങ് തടഞ്ഞു എന്ന് വേണം പറയാൻ. പക്ഷെ ദ്രോണർ എന്ത് ചെയ്തു? ധർമ്മപുത്രനെ വിട്ടിട്ട്, ദ്രോണർക്ക് മനസ്സിലായി പിടിച്ചിക്കാൻ പറ്റില്ല എന്ന്. ദ്രോണർ എന്ത് ചെയ്തു? ധർമ്മപുത്രരെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പല വഴിക്കും അമ്പെയ്യാൻ തുടങ്ങി. പാണ്ഡവ പടയെ അങ്ങ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ദ്രോണര്. രണ്ട് സൈന്യങ്ങളും തമ്മില് ഭയങ്കരമായിട്ട് യുദ്ധം തുടങ്ങി. രണ്ട് ഭാഗത്തും ഒരുപാട് നാശനഷ്ടങ്ങളും, ആനകളും കുതിരകളും ഒക്കെ ഇങ്ങനെ മരിച്ചു വീഴുകയാണ്. അംഗഭംഗം വന്നു കിടക്കുന്നത് കണ്ടപ്പം ഈ ആനകളും കുതിരകളും പടയാളികളും ഒക്കെ ഇങ്ങനെ കൈയില്ല, കാലില്ല, തലയില്ല, യുദ്ധക്കളം ആകെ ചോരയിൽ കുളിച്ചിരിക്കുകയാണ്. ചുട് രക്തം, അതായത് രക്തം പോലെ നദി പോലെ ഒഴുകാണ് രക്തം. ആകെപ്പാടെ കണ്ടാൽ അറയ്ക്കുന്ന ഒരു ബീഭത്സമായ കാഴ്ച കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ. യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദ്രോണര് ധർമ്മപുത്രനിൽ തന്നെ കണ്ണു നട്ട് വെക്കുകയാണ്. എങ്ങനെയെങ്കിലും ധർമ്മപുത്രരെ പിടികൂടണം. ഇതാണൊരു അവസരം. അർജുനൻ കൂടെയില്ല. യുധിഷ്ഠിരൻ അടുത്തെത്തിയത് കണ്ടപ്പോഴേക്കും ഒരു പേടിയില്ലാതെ ദ്രോണർ ഒരുപാട് ശരങ്ങൾ അങ്ങ് അയച്ചു. ഉടനെ ധീരനും ശൂരനുമായിരിക്കുന്ന സത്യജിത്ത് യുധിഷ്ഠിരന്റെ മുമ്പിൽ വന്നങ്ങ് നിന്നു. ദ്രോണരെ
ശരപ്രയോഗം കൊണ്ട് സത്യജിത്ത് അങ്ങ് ശരിക്കും വിഷമിച്ചു. സത്യജിത്ത് ഇഷ്ടം പോലെ ശരം അങ്ങ് ദ്രോണരെ നേരെ വിട്ടപ്പോഴേക്കും ദ്രോണരാകെ വിഷമിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പം ദേഷ്യം വന്ന ദ്രോണർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മുഴുവൻ ശക്തിയെ ഉപേക്ഷിച്ചിട്ട് സത്യജിത്തിന്റെ വില്ല അങ്ങ് മുറിച്ചു കളഞ്ഞു, നിരായുധനാക്കി കളഞ്ഞു. യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ആയുധം വേണം. ആ ആയുധമായിരിക്കുന്ന വില്ല് തന്നെ അങ്ങ് മുറിച്ചു കളഞ്ഞു. അപ്പോഴേക്കും ബാക്കി പാണ്ഡവന്മാരെല്ലാം ചാടി വീണ്. എങ്കിലും ശക്തമായി പോരാടുന്ന സത്യജിത്തിനെ ദ്രോണർ എന്ത് ചെയ്ത്? കുറെ ശരങ്ങൾ അയച്ചിട്ട് സത്യജിത്തിനെ അങ്ങ് കൊന്നുകളഞ്ഞു ദ്രോണര്. പിന്നീട് നടന്ന ഭയങ്കരമായ യുദ്ധത്തില് ദ്രോണര് ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ പാണ്ഡവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ധർമ്മജന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ദ്രോണരെ എല്ലാം കണ്ടപ്പോഴേക്കും, സത്യജിത്ത് മരിച്ചെന്ന് കണ്ടപ്പോഴേക്കും ദ്രോണർ എന്താ ചെയ്യുന്നത്? നേരെ സത്യജിത്ത് മരിച്ചു, ഇനി ധർമ്മപുത്രന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് ദ്രോണര്. ചാടി വീണു നമ്മുടെ പാഞ്ചാലൻ, വിട്ടില്ല. പാഞ്ചാലനെയും ദ്രോണര് വധിച്ചു. അങ്ങനെ ധർമ്മപുത്രനെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ദ്രോണരന്ന് പാണ്ഡവന്മാർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ദ്രോണരുടെ ആ ഒരു യുദ്ധം കണ്ടപ്പോ നമ്മുടെ ദുര്യോധനന് ഭയങ്കര സന്തോഷം, ഒരു രക്ഷയില്ല, ഭയങ്കര ഹാപ്പി. ദുര്യോധനൻ കർണനോട് പറഞ്ഞു, കർണ, ഇന്ന് ദ്രോണർ ശരിക്കും യുദ്ധം ചെയ്യുന്നു. ഇനി പാണ്ഡവർക്കൊന്നും രക്ഷയില്ല. അവരെല്ലാം പിന്തിരിഞ്ഞോടുന്നത് കണ്ടില്ലേ? ഭീമൻ കൂടി എന്റെ സൈന്യങ്ങളുടെ നടുവിൽപ്പെട്ട് കറങ്ങുന്നുണ്ട് ശരിക്ക്. അതുകൊണ്ട് ഉടനെ പാണ്ഡവന്മാരെല്ലാം മരിക്കുകയോ കീഴടങ്ങുകയോ ചെയ്യും. അത് കേട്ടപ്പോ നമ്മുടെ കർണം പറയാണ്, മഹാരാജാവേ, അത്രയൊന്നും സന്തോഷിക്കണ്ട. അങ്ങനെ പിന്മാറുന്നവരല്ലാവർ. ഭീമൻ ആ ഗദയും എടുത്തിറങ്ങിയാൽ നമ്മുടെ സൈന്യങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല മഹാരാജാവേ. കൃഷ്ണാർജുനന്മാരെ തടുത്തു നിർത്തുവാൻ ലോകത്താർക്കും സാധിക്കുകയില്ല. ശക്തിമാന്മാരും വിക്രമികളും മഹാരഥന്മാരുമായിരിക്കുന്ന കേകയ, മാത്സ്യ, പാഞ്ചാലന്മാരെല്ലാം ഭീമൻ പറഞ്ഞു വിടുന്നവരാണ്. നാം വേഗത്തിൽ ദ്രോണരുടെ അടുത്തേക്ക് ചെല്ലുക. ദ്രോണരെ വീഴ്ത്തുവാൻ ഇടവരുത്തരുത്. ഇത് കേട്ടപ്പം എല്ലാവരും ഭയങ്കരം രൗദ്രരായിക്കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ദ്രോണരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എങ്ങനെയെങ്കിലും ദ്രോണരെ സംരക്ഷിക്കണം. ദ്രോണർ മാത്രമേ ഉള്ളൂ ഇവർക്കിനി. ഭീഷ്മപിതാമഹൻ പോയി, കുറെ പേര് പോയി, ഇനി ദ്രോണർ മാത്രമേ ഉള്ളൂ. കർണര് പറഞ്ഞത് ശരിയാ. കർണൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ദുര്യോധനാദികൾക്ക് മനസ്സിലായി. എല്ലാവരും കൂടി ദ്രോണരുടെ അടുത്തേക്ക് എത്തി. പാണ്ഡവന്മാരെന്ത് ചെയ്തു? അവരുടെ യുദ്ധത്തിന്റെ ശക്തി അങ്ങ് കൂട്ടി. ദ്രോണരെ അസ്ത്രങ്ങൾ കൊണ്ട് അങ്ങ് മൂടിക്കളഞ്ഞു. പിന്നെ അവിടെ ഉണ്ടായ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായൊരു യുദ്ധം തന്നെയായിരുന്നു. ഓരോ യോദ്ധാക്കളും അവരവരുടെ ശക്തി അങ്ങ് എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. പൊടിപടലം കൊണ്ട് അങ്ങ് തമ്മിൽ കാണാൻ പറ്റുന്നില്ല, അത്രയും യുദ്ധം. സാത്വികിയും സൈന്ധവനും സുബാഹുവും യുയുത്സുവും മറ്റു മഹാരഥന്മാരും ഒക്കെ യുദ്ധക്കളത്തിൽ അങ്ങ് പറന്നു നടന്ന് യുദ്ധം ചെയ്യാണ്. പരസ്പരം അവര് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിപ്പോയി. കണ്ടവരെയെല്ലാം കൊല്ലാനും വെട്ടാനും തുടങ്ങി. ഭീമരഥനായിരിക്കുന്ന സാലനെ ശത്രുക്കൾ വധിച്ചു കളഞ്ഞു, അല്ലേ? അപ്പോ ഈ ഒരു പ്രധാനപ്പെട്ട സംഭവം ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാം അവരുടെ അസ്ത്രപ്രയോഗ സാമർഥ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും തങ്ങളുടെ അസ്ത്രപ്രയോഗ സാമർഥ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സാമർഥ്യമാണ് ധൃതരാഷ്ട്രരുടെ മക്കളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദ്രോണരുടെ അടുത്തേക്ക്
ദ്രോണരുടെ അടുത്തേക്ക് വരുന്നവരെ എല്ലാം തടഞ്ഞു നിർത്താൻ കർണനും ദുര്യോധനനും പ്രത്യേകം ശ്രദ്ധിച്ചു. ദ്രോണരുടെ അടുത്തേക്ക് വരുന്നവരെയൊക്കെ തടഞ്ഞു നിർത്താൻ കർണനും ദുര്യോധനനും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അതിഭീഷണമായിരിക്കുന്ന ആശ്ചര്യമായിരിക്കുന്ന ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഭീമസേനൻ ദ്രോണരുടെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടത്. ദുര്യോധനനും ദുശാസനും ഒരു വലിയ ആനയും കൂട്ടിക്കൊണ്ടാണ് ഭീമന്റെ നേരെ ചെല്ലുന്നത്. നോക്കുന്ന സമയത്ത് ഭീമൻ ഇങ്ങനെ ഓടി വരികയാണ് ദ്രോണാചാര്യരുടെ അടുത്തേക്ക്. അത് കണ്ടപ്പോഴേക്കും നമ്മുടെ ദുര്യോധനനും ദുശാസനനും കൂടെ ഒരു വലിയ ആനയുടെ പടയും കൂട്ടിക്കൊണ്ടാണ് ഭീമന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അല്ലാതെ അവർക്ക് ധൈര്യമില്ല ഭീമന്റെ അടുത്ത് പോകാൻ. ഒരു വിഷമവും കൂടാതെ ഭീമൻ എന്ത് ചെയ്തു? ഒറ്റയടിക്ക് ആനകളെല്ലാം തകർത്തു കളഞ്ഞു. എല്ലാ ആനകളെയും ഒരു ചുഴറ്റിലങ്ങ് ആ ഗദ വെച്ച് അങ്ങോട്ട് ചുഴറ്റിയതോടുകൂടി ആനകളെല്ലാം ഡിം. അംഗരാജൻ, കുംഭിരാജൻ എല്ലാവരെയും കൊന്നു വീഴ്ത്തി. അപ്പോ ഭഗദത്തൻ എന്തു ചെയ്തു? ഒരു വലിയ ആനയുടെ പുറത്ത് കയറിയിട്ട് ഭീമാന്നും വിളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ പോയി. പിന്നീട് അവിടെ നടന്ന പോരാട്ടത്തില് ഭീമന് പരാജയം പറ്റിയ പോലൊരു തോന്നല്. ഉടനെ ആനയിൽ നിന്നും ഒഴിഞ്ഞു മാറി ഭീമൻ രക്ഷപ്പെട്ടു. പിന്നീടുണ്ടായ യുദ്ധത്തില് ഭഗദത്തൻ പാണ്ഡവ പടയ്ക്ക് വലിയൊരു നാശനഷ്ടം ഉണ്ടാക്കി. അത് കണ്ടിട്ട് അർജുനൻ എന്ത് ചെയ്തു? അർജുനൻ തിരിഞ്ഞു നോക്കുമ്പോ ഭഗദത്തനുണ്ട് വലിയ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓടിയെത്തി അർജുനൻ ഭഗദത്തന്റെ അടുത്തേക്ക്. അവിടെ സംശക്തന്മാരെ മിക്ക ആൾക്കാരെയും അർജുനൻ അങ്ങ് കൊന്നുകളഞ്ഞു. പരാക്രമിയായിരിക്കുന്ന അർജുനന്റെ യുദ്ധം കണ്ടിട്ട് കൗരവപ്പട പാർത്ഥൻ വന്നേന്നും പറഞ്ഞുകൊണ്ട് ഓടാൻ തുടങ്ങി. അവര് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു കൗരവപ്പട മൊത്തം. ആനപ്പുറത്ത് കയറിയിരിക്കുന്ന ഭഗദത്തനോട് തേരിൽ ഇരുന്നു കൊണ്ടാണ് അർജുനൻ പോരാടുന്നത്. ആനപ്പുറത്താണ് ഭഗദത്തൻ ഇരിക്കുന്നത്, തേരിലാണ് ആരിയിരിക്കുന്നത്? അർജുനൻ ഇരിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് അർജുനൻ പോരാടുന്നത്. ഭഗദത്തൻ ആനപ്പുറത്തിരിക്കുന്നത് കൊണ്ട് തേരിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, ഭഗദത്തൻ ആനയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് അർജുനൻ ഇരിക്കുന്ന തേരിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സമയം നോക്കി കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണന്റെ വലത് കാല് താഴെ കുത്തി, വിരല് താഴെ കുത്തിയിട്ട് തേരങ്ങോട്ട് ചരിച്ചു കളഞ്ഞു. ഒരൊറ്റ ചരിക്കല് തേര്. അതോടുകൂടി ഭഗദത്തൻ തേര് നശിപ്പിക്കണം എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് തേരും അർജുനനും ഒക്കെ രക്ഷപ്പെട്ടു. കൃഷ്ണൻ തേര് അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, ഒരു രക്ഷയില്ല. അർജുനനും തേരും ഒക്കെ രക്ഷപ്പെടാൻ തുടങ്ങി. കൃഷ്ണന്റെ ഉചിതമായ സമയത്തിലുള്ള ആ പ്രവൃത്തി കൊണ്ടാണ് തേര് രക്ഷപ്പെടുന്നത്. താൻ അയക്കുന്ന ആയുധങ്ങളെല്ലാം, ഭഗദത്തൻ അയക്കുന്ന എല്ലാ ആയുധങ്ങളെയും തട്ടി മാറ്റുന്നത് കണ്ടപ്പോഴേക്കും അവസാനം ഭഗദത്തൻ വൈഷ്ണവ അസ്ത്രമെടുത്തിട്ട് അങ്ങ് മന്ത്രിച്ചു വിട്ടു. നേരെ അർജുനന്റെ നേരെ വിട്ടു. കൃഷ്ണൻ പെട്ടെന്ന് എന്ത് ചെയ്തു? സർവസംഹാരകമായിരിക്കുന്ന ആ അസ്ത്രത്തെ കൃഷ്ണൻ എന്താ ചെയ്തത് എന്നറിയാമോ നിങ്ങൾക്ക്? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കൃഷ്ണൻ നേരെ എന്താ ചെയ്തത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ അസ്ത്രം വന്നു കഴിഞ്ഞാൽ എല്ലാം നശിക്കും, ഫുൾ നശിക്കും. പക്ഷേ കൃഷ്ണൻ എന്താ ചെയ്തത്? നേരെ കൃഷ്ണന്റെ മാറ് അങ്ങോട്ട് തുറന്ന് വെച്ചു കൊടുത്തു. കൃഷ്ണന്റെ എൻട്രി ആയിരുന്നു അത്. യുദ്ധത്തിൽ കൃഷ്ണന്റെ മാറ് തുറന്നു വെച്ചു കൊടുത്തിട്ട് ആ അസ്ത്രത്തെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു കൃഷ്ണൻ. ഒരു തരത്തിലും കൃഷ്ണൻ വിട്ടില്ല. ഒറ്റയടിക്ക് ആ ശൂലം വന്നതും ശരം വന്നതും കൃഷ്ണൻ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിച്ചു. അർജുനന്റെ ദേഹത്ത് എവിടെയും തട്ടിയില്ല ആ ഒരു അസ്ത്രം. ഉടനെ ആ മഹാ
അസ്ത്രം എന്തായി? വൈജയന്തി മാലയായി കൃഷ്ണന്റെ കഴുത്തിലങ്ങ് വീണു. ഭഗവാന്റെ മാറിലങ്ങ് വൈജയന്തി മാലയായിട്ട് ശോഭിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു മാലയായി കൃഷ്ണന്റെ മാറിലങ്ങ് ശോഭിച്ചു. അത് അർജുനന് കുറച്ച് അപമാനമായിട്ട് തോന്നി. കൃഷ്ണനോട് അർജുനൻ കുറച്ച് പരിഭവിച്ചു. പക്ഷെ കൃഷ്ണൻ അറിയാമായിരുന്നു അത് അർജുനന് തടുക്കാൻ പറ്റില്ല എന്ന്. ആ വൈജയന്തി മാല നമ്മൾ അണിഞ്ഞാൽ, ഭഗവാൻ അന്ന് അണിഞ്ഞ ആ ഒരു വൈജയന്തി മാല, അത് സർവ്വ ദുഃഖങ്ങൾക്കും പരിഹാരമാണ്. ഇവിടെ കിച്ചൂട്ടന്റെ കഴുത്തിലുമുണ്ട് വൈജയന്തി മാല. ആ വൈജയന്തി മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഐശ്വര്യദായകമാണ്. നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ടേബിളിന്റെ പുറത്ത് വെച്ചാൽ പോലും അവരുടെ വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറുന്നതാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് വൈജയന്തി മാല. നമ്മുടെ മഞ്ജരീസിലൂടെ ഓർഡർ ചെയ്ത് ഒരുപാട് പേര് വൈജയന്തി മാല വാങ്ങിയിട്ടുണ്ട്. അത്രയും പവിത്രമാണ് വൈജയന്തി മാല. അത് സൂക്ഷിക്കണം നമ്മളെപ്പോഴും കയ്യിൽ. അപ്പോ ആ ഒരു എന്താ പറയാ, അർജുനന്റെ പരിഭവങ്ങളൊക്കെ കൃഷ്ണൻ അങ്ങ് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, എന്താ നീ ഇങ്ങനെ? ഹേ പാർത്ഥ, ഈ അസ്ത്രത്തെ പറ്റി അറിയാത്തത് കൊണ്ടാണ് നീ പരിഭവിക്കുന്നത്. ഇത് പണ്ട് ഞാൻ ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരം ഭൂമിപുത്രനായ നരകന്റെ രക്ഷയ്ക്കായി കൊടുത്തതാണ്. അവൻ വഴിയായി ഭഗദത്തൻ നേടിയടാണത്. അതിനെ തടുക്കുവാൻ 3 ലോകത്തിലുള്ള ആർക്കും സാധ്യമല്ല പാർത്ഥ. നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ അതിനെ മറ്റൊരു വിധത്തിലാക്കിയതാണ്. ഈ പരമാസ്ത്രം കൈവിട്ട് ഭഗദത്തിനെ ഇനി നീ വധിച്ചാലും. ഭഗവാന്റെ വാക്ക് കേട്ടപ്പം അർജുനൻ ഭയങ്കരം സന്തോഷമായി. അർജുനൻ പറഞ്ഞു, ഭഗദത്ത എന്നും വിളിച്ചുകൊണ്ട് ഭഗദത്തൻ ഇരിക്കുന്ന ആനക്കിട്ട് അർജുനൻ ഒരൊറ്റ ചവിട്ട്. പിന്നീട് അർദ്ധചന്ദ്ര ശരങ്ങളെ കൊണ്ട് ഭഗദത്തന്റെ ഹൃദയം അങ്ങ് കീറിക്കളഞ്ഞു അർജുനൻ. അവനെ യമപുരിയിലേക്ക് അയച്ചു. ഉടനെ വിജയലഹരിയിൽ പാണ്ഡവന്മാർ കൗരവപ്പടയെ മുഴുവൻ അങ്ങ് തകർത്തു വിട്ടു. അതു കണ്ട് ഗാന്ധാര രാജാവിന്റെ മക്കളായിരിക്കുന്ന വൃഷാഖജല മന്നന്മാര് പാർത്ഥാന്നും വിളിച്ചുകൊണ്ട് പാർത്ഥനോട് എതിർക്കാൻ ഓടി വന്നു. അവരെയും ഒരു പ്രയാസവും ഇല്ലാതെ വധിച്ചു. അത് കണ്ടപ്പോ സഹോദരനായിരിക്കുന്ന ശകുനി പല മായാപ്രയോഗങ്ങളും നടത്താൻ തുടങ്ങി. പാണ്ഡവന്മാരെ അങ്ങ് ഭ്രമിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ കൃഷ്ണന്റെയും അർജുനന്റെയും മുമ്പില് ശകുനിയുടെ ഒരു മായയും വിലപ്പോയില്ല. മായാപ്രയോഗങ്ങളെല്ലാം തകർത്തിട്ട് അർജുനനും കൃഷ്ണനും അങ്ങ് മുന്നേറുകയാണ്. ദ്രോണരെ വധിക്കുക എന്നുള്ളത് മാത്രം അവരുടെ ലക്ഷ്യം. ദ്രോണർ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ദൃഷ്ടദുമ്നനെ കണ്ടിട്ട് അദ്ദേഹം ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. എങ്കിലും ദൃഷ്ടദുമ്നനോട് എതിർക്കാതെ മാറി 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 ദ്രോണര് ശത്രുക്കളെ മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അഗ്നിതുല്യനായിരിക്കുന്ന നീലന്റെ വധമാണ് പിന്നെ ഉണ്ടായൊരു വലിയ സംഭവം. ദ്രോണന്റെ മകനെ വധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സ്വാലൻ മരിച്ചത്. അതിന് പ്രതികാരം ചെയ്യാനായിട്ട് ഭീമനും മാദ്രീനന്ദനന്മാരും കൂടെ മുന്നോട്ട് വന്നു. ദ്രോണന്റെ മകനെയും ദുര്യോധനനെയും അവരൊരുപാട് ശരങ്ങൾ കൊണ്ടങ്ങ് മൂടിക്കളഞ്ഞു. ഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. പലരും തലയറ്റു വീണ് കാലറ്റു വീണ് തകർന്നു വീണെന്ന് വേണമെങ്കിൽ പറയാം. അർജുനനും സംശപ്തന്മാരും എല്ലാവരും അർജുനൻ എല്ലാവരെയും സംഹരിച്ചുകൊണ്ട് മുന്നേറുകയാണ്. കർണൻ എന്ത് ചെയ്ത് സൈന്യങ്ങളെ ധൈര്യപ്പെടുത്താൻ ഇങ്ങനെ ശ്രമിക്കുകയാണ്. കർണൻ അർജുനന്റെ ശരങ്ങൾക്ക് മുമ്പില് കർണനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കർണന്റെ മുമ്പിൽ വെച്ച് തന്നെ കർണന്റെ 3 സഹോദരന്മാരെയും കൊന്നുകളഞ്ഞു. സിന്ധു രാജാവും ദുര്യോധനനും കൂടി കർണനെ ഒരുവിധം രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ അന്ന് കർണനും തീരും.
ആ ദിവസം രണ്ട് കൂട്ടരും തമ്മിലുള്ള ആ യുദ്ധത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ പറയാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത്രയും നാശനഷ്ടങ്ങളുണ്ടായി. സൂര്യൻ അസ്തമിച്ചു, രണ്ട് കൂട്ടരും യുദ്ധം നിർത്തി. ഓക്കെ, മനസ്സിലായോ ഇത്രയും നേരമുള്ള ക്ലാസ്? പതിനാലാം ദിവസത്തെ യുദ്ധം തുടങ്ങി. കഴിഞ്ഞ ദിവസം കൗരവപ്പടയ്ക്കുണ്ടായ നഷ്ടത്തിലും നാശത്തിലും ആകെ ദുര്യോധനൻ വിഷമിച്ചിരിക്കുകയാണ്. ദുര്യോധനൻ എന്ത് ചെയ്തു? ദ്രോണരുടെ അടുത്ത് ചെന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചു. അല്ലയോ ആചാര്യ, അങ്ങേക്ക് ഞങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ധർമ്മപുത്രനെ ഇത്ര അടുത്ത് കിട്ടിയിട്ടും പിടിക്കാതിരുന്നത്? അങ്ങ് ധർമ്മപുത്രനെ ജീവനോടെ പിടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പോലും ഒരിക്കലും ആ ശത്രു കൈവിട്ടു പോവില്ലായിരുന്നു. പക്ഷേ അങ്ങ് ആഗ്രഹിച്ചില്ല. എനിക്ക് നൽകിയ വരം അങ്ങ് ഓർക്കുന്നില്ലേ? പിന്നെ എന്താണ് ഇങ്ങനെ ശത്രുക്കളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? ദുര്യോധനന്റെ ഈ ചോദ്യം കേട്ടപ്പം ദ്രോണർക്ക് ശരിക്കും വിഷമമായി. ദ്രോണര് പറഞ്ഞു, ദുര്യോധന, ഞാൻ അപ്പോ തന്നെ പറഞ്ഞില്ലേ, അർജുനൻ കൃഷ്ണനുമായി വരുമ്പോ അവരെ ജയിക്കാൻ ആർക്കും സാധിക്കുകയില്ല ദുര്യോധന. ധർമ്മപുത്രൻ എപ്പോഴും അവരുടെ രക്ഷയിലാണ്. ഒരുവിധം നിവർത്തിയുണ്ടെങ്കിൽ ഞാൻ ധർമ്മപുത്രനെ പിടിക്കാതിരിക്കുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ആട്ടെ, ഇന്ന് പാണ്ഡവന്മാരിൽ പ്രമുഖനായ ഒരു സേനാനിയെ വീഴ്ത്തിയേക്കാം. ഇതിന് യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി ദേവകൾ കൂടി പിളർക്കാൻ വയ്യാത്തൊരു ചക്രവ്യൂഹം ഞാൻ ചമയ്ക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അർജുനനെ അവിടെ നിന്ന് മാറ്റുക. നിനക്ക് ഹിതമായിട്ടുള്ളത് ഇന്ന് ഞാൻ ചെയ്തു തരാം. ഇത് കേട്ടപ്പം സംശക്തന്മാരെന്ത് ചെയ്തു? അർജുനനെ മാറ്റണം എന്നുള്ള കാര്യം അവരേറ്റെടുത്തു. പിന്നീട് ദ്രോണര് അഭേദ്യമായിട്ടുള്ള, ഒരിക്കലും ഭേദിക്കാനാവാത്ത ഒരു വ്യൂഹമുണ്ടാക്കി. ആ വ്യൂഹം അർജുനന്റെ മകനായ അഭിമന്യു വലിയച്ഛനായ ധർമ്മപുത്രന്റെ വാക്കനുസരിച്ച് പല വട്ടം ഭേദിച്ചു കളഞ്ഞു. അങ്ങനെ അഭിമന്യു ഭേദിച്ചപ്പോ അത്ഭുതം തന്നെയാണ് അവിടെ നടക്കുന്നത്. വളരെയധികം കൗരവ സൈന്യങ്ങളെ അഭിമന്യു നശിപ്പിക്കുകയും ചെയ്തു. അവസാനം അഭിമന്യു ദുശാസനന്റെ മകന്റെ പിടിയിൽപ്പെട്ടു. അവിടെ വെച്ച് അഭിമന്യു മരിച്ചു. അത് കൗരവന്മാർക്കും ഭയങ്കരം സന്തോഷമായി. പാണ്ഡവന്മാർക്ക് വലിയ ദുഃഖവുമായി. ഇത്രയും കേട്ടപ്പോ ധൃതരാഷ്ട്രർക്കും ഭയങ്കരം ദുഃഖം. അദ്ദേഹം പറഞ്ഞു, യൗവനം തികയാത്ത വീരനായ സൗഭദ്രൻ മരിച്ചുവെന്ന് കേട്ട് എന്റെ ഹൃദയം തകരുന്നു. എങ്ങനെയാണ് ആ ബാലൻ വ്യൂഹം തകർത്തതെന്നും എങ്ങനെയാണ് മരിച്ചതെന്നും എന്നോട് വിസ്തരിച്ചു പറയൂ സഞ്ജയ. ലോകത്തിൽ പല ധീരകൃത്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ആ വളർന്നു വരുന്ന യുവാവ് അകാല ചരമമടഞ്ഞത് വളരെ കഷ്ടമായി പോയി. അഭിമന്യു വ്യൂഹം വേദിക്കുകയാണ്. സഞ്ജയൻ എന്ത് ചെയ്തു? അഭിമന്യുവിന്റെ മരിക്കാനുണ്ടായ സാഹചര്യങ്ങൾ വിസ്തരിച്ചു പറയാൻ തുടങ്ങി. ദ്രോണരന്ന് ദൃഢനിശ്ചയത്തോടു കൂടിയാണ് യുദ്ധം തുടങ്ങിയത്. ആർക്കും ഭേദിക്കാൻ കഴിയാത്ത ചക്രവ്യൂഹം ഉണ്ടാക്കിയിട്ട് പ്രധാന സ്ഥലങ്ങളിലൊക്കെ പരാക്രമികളായിരിക്കുന്ന രാജാക്കന്മാരെയൊക്കെ നിർത്തി. പടയുടെ നടുക്ക് ദുര്യോധനനാണ് നിൽക്കുന്നത്. കർണൻ, ദുശാസനൻ, ശകുനി, കൃപൻ, ഒരുപാട് രാജാക്കന്മാര് ദ്രോണരുടെ സഹായത്തിന് വന്ന് നിൽക്കുകയാണ്. വ്യൂഹത്തിന്റെ തലയ്ക്കിൽ തന്നെ പടനായകനായിരിക്കുന്ന ദ്രോണർ നിൽക്കുന്നുണ്ട്. ശല്യര്, അശ്വത്ഥാമാവ്, സിന്ധുരാജൻ, ഭൂരിശ്രവസ്, അങ്ങനെ ഒരുപാട് യോദ്ധാക്കള് ദ്രോണർ പറഞ്ഞതനുസരിച്ച്
എവിടെ നിൽക്കുന്നു? യഥാസ്ഥാനത്ത് നിൽക്കുകയാണ്. പാണ്ഡവ സൈന്യത്തിലെ യോദ്ധാക്കൾ എല്ലാവരും ദ്രോണരോട് ഏറ്റുമുട്ടാൻ നിൽക്കുകയാണ്. പക്ഷേ ആർക്കും വ്യൂഹം ഭേദിച്ചകത്ത് കയറാൻ പറ്റുന്നില്ല. ദ്രോണരുടെ ശരജാലങ്ങൾ എല്ലാവരും തിരിച്ചുവിട്ടു. ആർക്കും ഒരടി പോലും മുന്നേറി വരാൻ സാധിക്കുന്നില്ല. ദ്രോണര് അതിശക്തമായിട്ട് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് പരിഭ്രാന്തനായിരിക്കുന്ന ധർമ്മപുത്രൻ ദ്രോണരെ എതിർക്കേണ്ട ഭാരം അഭിമന്യുവിനോട് പറയാണ്. ദ്രോണരെ അഭിമന്യു നീയാണ് എതിർക്കേണ്ടതെന്ന് ധർമ്മപുത്രർ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ധർമ്മപുത്രർ പറയാണ്, ഉണ്ണി അഭിമന്യു, നിന്റെ അച്ഛൻ സംശക്തന്മാരെ കൊന്ന് മടങ്ങി വന്നാൽ നമ്മെ നിന്ദിക്കാത്ത വിധത്തിൽ നീ പ്രവർത്തിക്കണം അഭിമന്യു എന്ന് പറഞ്ഞു. ഏത്യാനോ അർജുന ഗർഹേത് യഥാ തഥാ കുരു ചക്രവ്യൂഹസ്യ നവയം വിത്മോഭേദം കദഞ്ചന. ചക്രവ്യൂഹം ഭേദിക്കാനാണ് പറയുന്നത്. ത്വം വാർജുനോ വാ കൃഷ്ണോ വാദിന്ദ്യാത് പ്രത്യുത്മന ഏവഹ ചക്രവ്യൂഹം മഹാബാഹോ പഞ്ചമോ നോപപത്യതേ. ഈ ചക്രവ്യൂഹം തകർക്കുവാൻ കൃഷ്ണനും അർജുനനും നിനക്കും രുക്മിണി പുത്രനായ പ്രദ്യുപ്നനും മാത്രമേ സാധിക്കുകയുള്ളൂ. അഞ്ചാമതൊരാൾക്കത് സാധിക്കുകയില്ല. അതുകൊണ്ട് ഉണ്ണി, നീ വേഗം അസ്ത്രമെടുത്ത് വ്യൂഹം തകർത്ത് ദ്രോണന്റെ പടയെ നശിപ്പിക്കുക. നിന്റെ അച്ഛനായിരിക്കുന്ന അർജുനൻ അതറിഞ്ഞ് സന്തോഷിക്കട്ടെ. അത് കേട്ടപ്പോ നമ്മുടെ അഭിമന്യു പറയാണ്, വല്യച്ഛ, അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ചക്രവ്യൂഹം ഭേദിച്ച് ദ്രോണന്റെ പടയെ ഞാൻ തകർത്തുവിടാം. എന്നാൽ വല്ല ആപത്തും വന്നാൽ തിരിച്ചു പോരുവാൻ എനിക്ക് അറിയുകയില്ല വല്യച്ഛ. വ്യൂഹം ഭേദിക്കാനുള്ള ഉപായം മാത്രമേ എനിക്ക് അച്ഛൻ ഉപദേശിച്ചു തന്നിട്ടുള്ളൂ. ധർമ്മപുത്രര് പറഞ്ഞു, ഉണ്ണി, നീ വ്യൂഹം ഭേദിച്ച് ഞങ്ങൾക്ക് മാർഗം തരിക. പിന്നെ ഞങ്ങളെല്ലാം നിന്റെ രക്ഷയ്ക്കുണ്ടാകും. ഞങ്ങൾ ഒന്നിച്ചു നിന്നെ കാത്ത് വ്യൂഹത്തിൽ കയറുന്നതാണ്. ഇത് കേട്ടപ്പോ നമ്മുടെ അഭിമന്യു പറഞ്ഞു, ഞാനിതാ ദ്രോണരുടെ വ്യൂഹം ഭേദിക്കാൻ പോകുന്നു വല്യച്ഛ. ബാലനായ ഞാൻ ഒറ്റയ്ക്ക് പടയാളികളെ കൂട്ടം കൂട്ടമായി യമലോകത്തേക്ക് അയക്കാൻ പോകുന്നു വല്യച്ഛ. എന്നെ അനുഗ്രഹിച്ചാലും. നാഹം പാർത്തേന ജാതാസ്യം ന ജാതാ ജാതാ സുഭദ്രയാ യദി മേ സംയുഗേ കശ്ചിത് ജീവിതോ നാദ്യമുച്യതേ. പോരിൽ എന്നോട് എതിർത്ത് ആരെങ്കിലും മരിക്കാതെ മടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ അർജുനന്റെ പുത്രനല്ല വല്യച്ഛ, സുഭദ്രയ്ക്ക് പിറന്ന മകനുമല്ല. എന്റെ പരാക്രമം കാണിക്കുവാനുള്ള സമയമാണിത്. ഇത് കേട്ടപ്പോ യുധിഷ്ഠിരൻ അഭിമന്യുവിനെ അനുഗ്രഹിച്ചു. സൗഭദ്രൻ എന്ത് ചെയ്തു? ഉടനെ തന്നെ ദ്രോണന്റെ സൈന്യത്തിലേക്ക് തേരുവിടാൻ സൂതനോട് പറഞ്ഞു. സൂതൻ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയെങ്കിലും അങ്ങനെയൊക്കെ ശ്രമിച്ചെങ്കിലും അഭിമാന വിജിബ്ധനായിരിക്കുന്ന അഭിമന്യു, ഭയങ്കര അഭിമാനിയാണ് അഭിമന്യു. അഭിമന്യു എന്തു ചെയ്തു? അതൊന്നും വകവെക്കാതെ ദ്രോണന്റെ സമീപത്തേക്ക് എത്തിക്കാൻ സൂതനോട് ആവശ്യപ്പെട്ടു. അഭിമന്യു പറഞ്ഞു, ഹേ സൂത, ഈ ദ്രോണൻ ആരാണ്? ഈ ക്ഷത്രകുലം മുഴുവൻ വന്ന് ആക്രമിച്ചാലും എനിക്ക് യാതൊരു കൂസലുമില്ല. ലോകൈതർ ധനുർധനനായിരിക്കുന്ന പാർത്ഥന്റെ പുത്രനാണ് ഞാൻ. ഇന്ന് ഈ ശത്രു സൈന്യം മുഴുവൻ നശിപ്പിക്കുവാൻ ഞാൻ മതി. നീ വേഗം എന്നെ ദ്രോണന്റെ സമീപത്തെത്തിക്കൂ. അതിനുശേഷം എന്റെ പരാക്രമം നീ കണ്ടുകൊള്ളൂ. ഇത് കേട്ടപ്പോ നമ്മുടെ സൂതൻ എന്ത് ചെയ്തു? വേഗം കുതിരകളെ മുന്നോട്ടേക്ക് വിട്ടു. ദ്രോണന് അഭിമുഖമായി നിന്ന സൗഭദ്രൻ യുദ്ധത്തിനങ്ങ് ഉറപ്പിച്ചു. ബാലനായിരിക്കുന്ന അഭിമന്യുവിനെ മുന്നിൽ കണ്ട് എല്ലാവരും ആർത്തു വിളിക്കുകയാണ്. പിന്നീട് അവിടെ ഭയങ്കരമായ യുദ്ധം നടന്നു. അവിടെ ഭടന്മാരുടെ കൈകളും കാലുകളും ഒക്കെ അർജുനന്റെ മകനായിരിക്കുന്ന അഭിമന്യു എന്ത് ചെയ്ത് അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തിക്കളഞ്ഞു. അഭിമന്യുവിന്റെ പരാക്രമം സഹിക്കാൻ പറ്റാതെ കൗരവപ്പട മുഴുവൻ തിരിഞ്ഞോടാൻ തുടങ്ങി. അവസാനം ചക്രവ്യൂഹം അങ്ങ് ചിന്ന ഭിന്നമാക്കി കളഞ്ഞു അഭിമന്യു. അഭിമന്യു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പ്രാപിച്ചു. വ്യൂഹം ഭേദിച്ചത് കണ്ടപ്പോ ദുര്യോധനൻ വന്നിട്ട് ഉഗ്രമായിരിക്കുന്ന ശരങ്ങൾ കൊണ്ട് അഭിമന്യുവിനോട് അങ്ങ് എതിർക്കാൻ തുടങ്ങി. അത് കണ്ട് മറ്റു രാജാക്കന്മാരൊക്കെ ദുര്യോധനന്റെ സഹായത്തിനായി വന്നു. പക്ഷെ അഭിമന്യുവിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. മറുപക്ഷത്ത് നിന്ന് വരുന്ന അസ്ത്രങ്ങളെയൊക്കെ
വളരെ എളുപ്പത്തിൽ തന്നെ അഭിമന്യു താഴെയിട്ടു. അവസാനം കർണനും ശല്യരും ഒക്കെ അഭിമന്യുവിന്റെ ശരങ്ങളേറ്റിട്ട് കർണനും ശല്യരും ഒക്കെ ബോധം കെട്ട് വീണു. ദ്രോണര് വീണ്ടും വീണ്ടും ഉത്സാഹിപ്പിക്കുന്നത് കൊണ്ട് കൗരവ സൈന്യം എഴുന്നേറ്റിങ്ങനെ അഭിമന്യുവിനോട് പൊരുതാൻ തുടങ്ങി. അവരെ എല്ലാം തടഞ്ഞു നിർത്തിയിട്ട് അർജുനന്റെ മകനായിരിക്കുന്ന അഭിമന്യു യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോ എല്ലാരും ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. കൗരവപ്പട ഒരു നിവർത്തിയില്ലാതെ തിരിഞ്ഞോടാൻ തുടങ്ങി. അപ്പോഴാണ് എല്ലാവർക്കും ധൈര്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ദുശാസനൻ വരുന്നത്. ദ്രോണർ എന്ത് ചെയ്തു? അഭിമന്യുവിന്റെ യുദ്ധസാമർത്ഥ്യം കണ്ടിട്ട് ദ്രോണർക്ക് ഭയങ്കരം സന്തോഷം. ദ്രോണര് സന്തോഷിക്കുക മാത്രല്ല അഭിമന്യുവിനെ അഭിനന്ദിക്കാനും തുടങ്ങി. പക്ഷെ ദുര്യോധനൻ പറഞ്ഞു, ഈ ആചാര്യൻ അഭിമന്യുവിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുമില്ല. നമ്മുടെ സേനാ നായകനാണെങ്കിലും പാണ്ഡവ പക്ഷത്താണ് അദ്ദേഹത്തിന്റെ മനസ്സെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ശത്രുക്കളെ കൊല്ലാൻ അദ്ദേഹം ആഗ്രഹിക്കാത്തത്. അദ്ദേഹം ആവേശത്തോടു കൂടി എതിർത്താൽ യമന് കൂടി തടുക്കാൻ രക്ഷയില്ല. പിന്നെയാണോ ഈ ബാലൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നു മാത്രം. നിങ്ങൾ എല്ലാവരും കൂടി ഉടനെ അവനെ കൊല്ലുവിൻ. അവന്റെ പരാക്രമം കാണിക്കുവാനുള്ള സമയമാണിത്. ആ സമയത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുവിൻ. രാജാവ് പറഞ്ഞത് കേട്ടപ്പോഴേക്കും എല്ലാവർക്കും ഉത്സാഹമായി. ദുശാസനൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ അവനെ വധിക്കുന്നുണ്ട്. ഈ അവസരം പാഴാക്കരുത്. ദുശാസനൻ അങ്ങോട്ട് ഇഷ്ടം പോലെ ശരങ്ങൾ വിടാൻ തുടങ്ങി. ദുശാസനൻ മുന്നിൽ കിട്ടിയപ്പോഴേക്കും അഭിമന്യു ഭലേ ബേഷ് എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷിക്കാൻ തുടങ്ങി. അഭിമന്യു പറഞ്ഞു, ദുശാസനനെ മുന്നിൽ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. കൗരവ സദസ്സിൽ വെച്ച് ചെയ്ത പാപങ്ങളുടെ എല്ലാം ഫലം അനുഭവിക്കാനുള്ള സമയം ഇതാ ആസന്നമായിരിക്കുന്നു. അധർമ്മത്തിന്റെയും ചതിയുടെയും കളവിന്റെയും ഫലമായി നിനക്ക് ലഭിച്ചതെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ്. പാണ്ഡവന്മാരെയും പാഞ്ചാലിയെയും നീ എത്രമാത്രം ദ്രോഹിച്ചിരിക്കുന്നു ദുശാസന. അതിനെല്ലാം പകരം വീട്ടാനുള്ള സന്ദർഭമാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. സർവ്വ സൈന്യങ്ങളും കാണുകെ അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചു കൊള്ളുക. നിന്നെ ഞാൻ ജീവനോടെ വിടുകയില്ല. നീ ഈ പോർക്കളം വിട്ട് ഓടിപ്പോകരുത്. ഇത്രയും പറഞ്ഞിട്ട് മഹാബാഹുവായിരിക്കുന്ന സുഭദ്രാപുത്രൻ അർജുനന്റെ മകനായിരിക്കുന്ന അഭിമന്യു എന്ത് ചെയ്ത്? ദുശാസനന്റെ നേരെ ഇഷ്ടം പോലെ ശരങ്ങൾ അയക്കാൻ തുടങ്ങി. വാശിയോടുകൂടി കുറെ നേരം യുദ്ധം ചെയ്തു. അഭിമന്യുവിന്റെ ശരങ്ങളേറ്റ് ദുശാസനൻ ബോധം കെട്ട് വീണു. ഉടനെ ബോധം പോയ ദുശാസനനെ സാരഥി അവിടെ ഇട്ടിട്ട് ദുശാസനന്റെ സാരഥി എന്ത് ചെയ്തു? ദുശാസനന്റെ ബോധം പോയിന്ന് കണ്ടപ്പോഴേക്ക് യുദ്ധക്കളത്തിൽ ദുശാസനെ ഇട്ടിട്ട് സാരഥി ഒരൊറ്റ ഓട്ടോടി തിരിഞ്ഞോടി. സാരഥി ദുശാസനൻ അവിടെ ഇട്ടിട്ട് അത് കണ്ട് പാണ്ഡവപ്പട മുഴുവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. കൗരവന്മാരൊക്കെ ആകെ വിഷമിച്ചു. ഇത് കണ്ടപ്പോഴേക്കും ദുര്യോധനന് ആകെപ്പാടെ വിഷമമായി. കർണനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി യുദ്ധം ചെയ്യാൻ ദുര്യോധനൻ. കർണനും അഭിമന്യുവും കൂടെ ഭയങ്കരമായി യുദ്ധം തുടങ്ങി. കർണൻ അയക്കുന്ന അമ്പുകളെല്ലാം അർജുനന്റെ മകനായിരിക്കുന്ന അഭിമന്യു ചിരിച്ചുകൊണ്ട് അങ്ങ് തടഞ്ഞു കളഞ്ഞു. കർണൻ പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ വായിച്ചു. അഭിമന്യുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു, സാധിച്ചില്ല. അവസാനം അഭിമന്യു എന്ത് ചെയ്ത്? കർണന്റെ ശരങ്ങളൊക്കെ കൊടിയും വില്ലും എല്ലാം അഭിമന്യു മുറിച്ചു കളഞ്ഞു. ഒരു നിവർത്തിയില്ലാതെ കർണനെ സഹായിക്കാൻ കർണന്റെ സഹോദരനായിരിക്കുന്ന സൂതന്റെ മകൻ എത്തി. കർണനെ രക്ഷിച്ചു. എന്നാൽ ഒറ്റ ശരം കൊണ്ട് ആ സഹോദരന്റെ തല ഭൂമിയിലേക്ക് ഇട്ടു അഭിമന്യു. കൊന്നുകളഞ്ഞു അഭിമന്യു. ദുഃഖിതനായിരിക്കുന്ന കർണൻ എന്ത് ചെയ്തു? യുദ്ധക്കളം വിട്ട് ഒരൊറ്റ ഓട്ടോടി. കർണൻ ഓടിയത് കണ്ടപ്പം കൗരവ സൈന്യം മൊത്തത്തിൽ ഓടിപ്പോയി. പിന്നീട് അഭിമന്യു കൗരവ പടയിലെ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി. ആനക്കൂട്ടങ്ങളുടെ ഇടയിൽ അങ്ങ് കയറിയിട്ട് പരാക്രമിയായിരിക്കുന്ന ഒരു സിംഹം എങ്ങനെയാണോ ആനക്കൂട്ടങ്ങൾക്കിടയിൽ കയറിയത്, അതുപോലെ അഭിമന്യു സൈന്യങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് ചാടി കയറി. അഭിമന്യുവിനെ സഹായിക്കാൻ വേണ്ടി പാണ്ഡവപ്പടയിലെ ഒരുപാട് ആൾക്കാരും വന്നു. കൗരവ സൈന്യത്തിന്റെ ശക്തിയെല്ലാം പോകുന്നത് കണ്ടപ്പോ, സേനയെല്ലാം ഓടുന്നത് കണ്ടപ്പോ, തേജസ്വിയായിരിക്കുന്ന പരാക്രമശാലിയായിരിക്കുന്ന ജയദ്രഥൻ ഓടി വന്നിട്ട് നമ്മുടെ അഭിമന്യുവിനെ അങ്ങ് തടുക്കാൻ നോക്കി.
ദ്രൗപദീ ഹരണത്തിൽ ഭീമനാൽ തോൽപ്പിക്കപ്പെട്ട ജയദ്രഥൻ പിന്നീട് ഭയങ്കരമായിരിക്കുന്ന ഒരു തപസ്സുകൊണ്ട് പരമേശ്വരനെ പ്രസാദിപ്പിച്ച് പാണ്ഡവരെ മുഴുവൻ ഒറ്റയ്ക്ക് തടുക്കാൻ സാധിക്കുമെന്ന് ഒരു വരം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ശിവൻ എന്തു ചെയ്തു? ധനഞ്ജയനെ കൂടാതെ മറ്റു 4 ആൾക്കാരെയും യുദ്ധത്തിൽ തടുക്കാൻ നിനക്ക് കഴിയുമെന്നൊരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. മഹാദേവൻ ജയദ്രഥന് ഒരു വരം കൊടുത്തിട്ടുണ്ട്. ധനഞ്ജയനൊഴികെ ബാക്കി 4 പേരെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റുന്നു. ആ വരത്തിന്റെ ഫലത്താൽ ജയദ്രഥന് പാണ്ഡവരെ ഒറ്റയ്ക്ക് തടുത്തു നിർത്താൻ സാധിച്ചു. അർജുനൻ അവിടെ ഉണ്ടായതുമില്ല. അർജുനൻ അവിടെ ഇല്ല. 4 പാണ്ഡവന്മാരെയും ജയദ്രഥൻ തടഞ്ഞു നിർത്തി. ജയദ്രഥൻ എന്ത് ചെയ്തു? പാണ്ഡവ സൈന്യത്തെ മുഴുവൻ തടഞ്ഞു നിർത്തിയത് കണ്ടപ്പോഴേക്കും കൗരവന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷം. യുധിഷ്ഠിരന്റെ സൈന്യത്തിലേക്ക് അവരങ്ങ് അതിക്രമിച്ചങ്ങോട്ട് കയറി. ജയദ്രഥന്റെ പരാക്രമത്തിന്റെ ഫലമായിട്ട് ആത്മവിശ്വാസം നശിച്ച സൈന്യങ്ങൾക്ക് അഭിമന്യു എന്ത് ചെയ്ത്? ഉചിതമായിരിക്കുന്ന പ്രത്യാക്രമണം കൊണ്ട് ഉത്സാഹവും ആവേശമൊക്കെ കൊടുത്തു. അഭിമന്യു പറഞ്ഞു, നിങ്ങൾ തളരരുത്, ഇതിലൊന്നൊരു കാര്യമില്ല എന്നങ്ങോട്ട് പറഞ്ഞു. അഭിമന്യു പിളർത്ത ആ ഒരു വ്യൂഹത്തെ കൂട്ടി യോജിപ്പിച്ച് ദ്രോണരെന്ത് ചെയ്തു? വീണ്ടും യുദ്ധത്തിന് വന്നു. ധർമ്മപുത്രർ എന്ത് ചെയ്തു? ജയദ്രഥന്റെ വില്ല് മുറിച്ചു കളഞ്ഞു. ഉടനെ ജയദ്രഥൻ വേറെ ഒരു വില്ലെടുത്തോണ്ട് വന്നു. ഭീമസേനൻ എന്ത് ചെയ്ത്? ജയദ്രഥന്റെ സാരഥിയൊക്കെ കൊന്നിട്ട് തേരൊക്കെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ജയദ്രഥൻ എന്താ ചെയ്തെന്നറിയോ? സാരഥിയും തേരും പോയപ്പോ സാത്യകിയുടെ തേരിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടി ജയദ്രഥൻ. എന്നിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ദ്രോണ സൈന്യത്തെ പിളരാൻ അനുവദിക്കാതെ ജയദ്രഥൻ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അഭിമന്യു എന്ത് ചെയ്തു? അഭിമന്യുവിനെ എതിർക്കാൻ വേണ്ടി സാമ്പതിയാൻ വന്നു. ശല്യന്റെ മകനായിരിക്കുന്ന രുക്മരഥനും സത്യസ്രവസും പോലുള്ള യോദ്ധാക്കളെയൊക്കെ അങ്ങ് അഭിമന്യു കൊന്നുകളഞ്ഞു. ദുര്യോധനന്റെ മകനായിരിക്കുന്ന ലക്ഷ്മണനെയും അതുപോലെ കൊന്നുകളഞ്ഞു. ദുര്യോധനൻ ദുഃഖം കൊണ്ടും ദേഷ്യം കൊണ്ടും കണ്ണു കാണാതെ ദുര്യോധനൻ ഇങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ നടക്കുകയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ. വീരയോദ്ധാക്കളെയൊക്കെ ദ്രോണരെയും അഭിമന്യു വധത്തിനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. ഓരോരുത്തരെ എടുത്തിടുകയാണ് അഭിമന്യു. എല്ലാവരെയും എതിർത്തെങ്കിലും പാർത്ഥന്റെ മകനെ മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അഭിമന്യുവിനെ മാത്രം. അവൻ കൗരവ സൈന്യത്തിൽ കടന്ന് ഭയങ്കരമായിരിക്കുന്ന ശരങ്ങൾ കൊണ്ട് അഭിമന്യു കൗരവ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കുകയാണ്. കർണനോടും ദ്രോണരോടും അശ്വത്ഥാമാവിനോടൊക്കെ ഒറ്റയ്ക്ക് എതിർത്ത് നിൽക്കുകയാണ്. കോസല രാജാവായിരിക്കുന്ന ബൃഹത് ബലൻ വലിയൊരു സൈന്യത്തെയും കൂട്ടി വന്നെങ്കിലും അഭിമന്യുവിന്റെ ശരം കൊണ്ട് അവരെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. അർജുനന്റെ മകന്റെ അഭിമന്യുവിന്റെ പരാക്രമം കണ്ട് പേടിച്ച ശകുനി ദുര്യോധനനോട് പറഞ്ഞു, നമ്മളെ ഇവൻ കൊല്ലുന്നതിന് മുൻപ് നമ്മളെല്ലാവരും കൂടി ഇവനെ കൊല്ലണം. ദ്രോണാദികളോട് ചേർന്ന് ആലോചിച്ച് നല്ലൊരു വഴി ഇപ്പൊ തന്നെ കണ്ടുപിടിക്കണം. അത് പ്രകാരം എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്ത് അവനെ കൊന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ദ്രോണര് പറഞ്ഞു ഇത് കേട്ടപ്പം, അവന്റെ വില്ലും ഞാനും ഒക്കെ മുറിച്ചു കളയുകയും അതേസമയം അവന്റെ വാളുകളും നശിപ്പിക്കണം. എന്നാൽ മാത്രമേ അഭിമന്യുവിനോട് എതിർക്കാൻ പറ്റൂ. കർണ, നീ സാധിക്കുമെങ്കിൽ അത് ചെയ്യൂ. കർണൻ ഈ സമയം നോക്കി അഭിമന്യുവിന്റെ വില്ല് അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. അതേ സമയത്ത് ആ ഭോജന്റെ അശ്വങ്ങളെ അങ്ങ് കൊന്നു. അഭിമന്യുവിന്റെ കുതിരകളെയും കൊന്നു. കൃപൻ എന്ത് ചെയ്തു? സൂതനെയും കൊന്നു. തേരും വില്ലും പോയ അഭിമന്യുവിന്റെ ശരീരത്തിലേക്ക് ഇവരെല്ലാവരും കൂടി ശരങ്ങൾ വർഷിച്ചു. എന്നിട്ടും അഭിമന്യുവിന്റെ ശരീരം മുഴുവൻ ശരങ്ങളേറ്റ് ചോരയിൽ കുളിച്ച്. അഭിമന്യുവിന്റെ കൂടെ അച്ഛനില്ല, വല്യച്ഛനില്ല, പാണ്ഡവ പടയില്ല. ശത്രുപാളയത്തിൽ ആ കുഞ്ഞു ബാലൻ പെട്ടുപോയി. ഇതൊന്നും അറിയാതെ അച്ഛനായ അർജുനൻ മറ്റൊരിടത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു.
അഭിമന്യുവിന്റെ കണ്ണുകൾ നിരാശ്രയനായിക്കൊണ്ട് അച്ഛനെയും വല്യച്ഛന്മാരെയും തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും അഭിമന്യുവിന്റെ വായയിൽ നിന്ന് ചോരയൊലിക്കുന്ന സന്ദർഭത്തിൽ പോലും സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ, അച്ഛനെയും വല്യച്ഛന്മാരെയും രക്ഷിക്കാൻ വാളും പരിചയവും എടുത്തുകൊണ്ട് അഭിമന്യു എതിർക്കാൻ, പകുതി മരിച്ച ശരീരവുമായി ആ പിഞ്ചു ബാലൻ എതിർക്കാൻ തുടങ്ങിയപ്പോൾ ദ്രോണൻ തളർന്നിരിക്കുന്ന അഭിമന്യുവിന്റെ വാള് പിടിച്ച് മുറിച്ചു കളഞ്ഞു. കർണൻ കൂർത്ത ഒരു ശരമെടുത്ത് പരിചയം അങ്ങ് മുറിച്ചു കളഞ്ഞു. ഉടനെ സൗഭദ്രൻ ചക്രം കയ്യിലെടുത്തു. ശത്രുമധ്യത്തിലേക്ക് ചാടി വീണു. ദേഹം മുഴുവൻ മുറിഞ്ഞ് രക്തത്തിൽ കുളിച്ച അവൻ ചക്രം ചുഴറ്റിക്കൊണ്ട് വിഷ്ണുവിനെ പോലെ ശത്രുക്കളുടെ പട നടുവിൽ ഒരു ഭീഷണിയായിട്ട് നിൽക്കുകയാണ് അഭിമന്യു. ഇവൻ അമരനാണോന്ന് വിചാരിച്ച് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഒരേ ഒരു ശ്വാസത്തിന്റെ ബലത്തിലാണ് അഭിമന്യു ഇന്ന് നിൽക്കുന്നത്. ദേവന്മാർക്ക് പോലും ആ അഭിമന്യുവിന്റെ മുഖം കണ്ട് നടുങ്ങി നിൽക്കുകയാണ്. അശ്വത്ഥാമാവിനോടാണ് അഭിമന്യു പിന്നെ ഏറ്റുമുട്ടിയത്. അതിൽ ചക്രം നഷ്ടപ്പെട്ടപ്പോ ഗദയും എടുത്തുകൊണ്ടാണ് അഭിമന്യു പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ മുമ്പിൽ കണ്ടവരെ എല്ലാവരെയും അഭിമന്യു ഗദ കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ചു മുന്നിൽ വന്നപ്പോ ദുശാസനന്റെ മകൻ മുമ്പിൽ ചാടി വന്ന് നിന്ന് അഭിമന്യുവിനെ അങ്ങ് തടഞ്ഞു. അവര് രണ്ടുപേരും കൂടി ശക്തമായ ഗദ കൊണ്ടുള്ള യുദ്ധം തുടങ്ങി. കൗരവ യോദ്ധാക്കളെല്ലാം ചുറ്റും കൂടി ആർത്ത് ചിരിക്കാൻ തുടങ്ങി. ചോരയിൽ കുളിച്ച അഭിമന്യു കൗരവ പടയുടെ നടുക്ക് നിൽക്കാൻ തുടങ്ങി. കുറേ നേരം വധകാംക്ഷികളായിരിക്കുന്ന അവര് അഭിമന്യുവിനെ തലങ്ങും വിലങ്ങും അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അഭിമന്യുവിനെ ചോരയിൽ കുളിപ്പിച്ചു. ഗദ കൊണ്ട് സഹിക്കാനാവാത്ത അടി കിട്ടി പാവം അർജുനന്റെ മകനായ അഭിമന്യു ഭൂമിയിൽ ബോധം നശിച്ചു വീണു. ഇങ്ങനെ പലരും ആ അധർമ്മ യുദ്ധത്തിൽ ആ വീരബാലനായിരിക്കുന്ന അഭിമന്യുവിനെ അടിച്ചടിച്ച് കൊന്നുകളഞ്ഞു. കൗരവ സൈന്യം മുഴുവൻ ആർത്തട്ടഹസിക്കുന്ന സമയത്ത് അച്ഛനെ തേടിയ പാതി കണ്ണുകളുമായി ആ പിഞ്ചു ബാലൻ ചോരയിൽ കുളിച്ച് ശത്രുപാളയത്തിൽ കിടന്നു. അങ്ങനെ അഭിമന്യു മരിച്ചു വീണു. ദ്രോണർ, കർണൻ, കൃപൻ അങ്ങനെയുള്ള 6 സമർത്ഥരായിരിക്കുന്ന ആളുകൾ ചേർന്ന് അഭിമന്യുവിനെ വധിച്ചു കളഞ്ഞു. അർജുനന്റെ പുത്രനും കൃഷ്ണന്റെ സഹോദര പുത്രനുമായിരിക്കുന്ന അഭിമന്യു അസാമാന്യമായ പരാക്രമം കാണിച്ച് വീരസ്വർഗം പ്രാപിച്ചു. ഇനിയാണ് നമ്മുടെ യുധിഷ്ഠിരന്റെ ദുഃഖം കാണാൻ പോകുന്നത്. പോരെ, മതി, ബാക്കി നാളെ. ഇതൊന്നും അറിയാതെ നമ്മുടെ അർജുനൻ അപ്പുറത്തുണ്ട് കേട്ടോ. ഇനി അച്ഛൻ വരും. അച്ഛൻ വന്ന അച്ഛൻ തകർന്നു പോവും. മോൻ മരിച്ചതറിയുമ്പോ
ഇഷ്ടപ്പെട്ടോ? എത്ര പേർക്ക് മഹാഭാരതം കഥ ശരിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്? എനിക്ക് കമന്റ് ഇട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം മഹാഭാരതം കഥയെക്കുറിച്ച്? ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് മഹാഭാരതം കഥ എന്നല്ലേ? നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു എൻ്റെ ഒരു 1-2 ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടിയിട്ട് ഓരോരുത്തർക്ക് ഓരോ വോയിസ് വെച്ചുകൊണ്ട് തന്നെ ക്യാരക്ടർ വൈസ് ഇത് നമുക്ക് ലൈവ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവരാരും അങ്ങോട്ട് മലയാളം ഫ്ലുവൻ്റ് അല്ല. പിന്നെ മലയാളം പറയുന്ന കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ നല്ല ഡബ്ബിങ്ങിൻ്റെ നല്ല വർക്കും ഉണ്ട്. അത് കാരണം പിന്നെ അവരെ നമ്മൾ ഇതിനു വേണ്ടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാൽ അതും ഒരു കഷ്ടമാണ്. എന്തായാലും മഹാഭാരതത്തിൻ്റെ അവസാനം നിങ്ങൾക്കൊരു നല്ല സർപ്രൈസ് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കാം നമുക്ക്. ഓക്കെ, ഇതില് അർജുനന്റെ ക്യാരക്ടർ ചെയ്തത് ഷഹീർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. നമ്മുടെ ഹിന്ദിയിൽ മഹാഭാരതത്തിൽ സഹീർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് അർജുനന്റെ ക്യാരക്ടർ ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലെറ്റ് സി, ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമുക്ക് നോക്കാം. അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റാണ്. ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കിട്ടിയാൽ ഉറപ്പായിട്ടും നമുക്കൊരു ദിവസം ലൈവിൽ കൊണ്ടുവരാം. നോക്കട്ടെ, ഞാൻ കിട്ടി, നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടൈമിംഗ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. മഹാഭാരതത്തിൽ എവിടെയാ ലക്ഷ്മണൻ? ശരിയാക്കും ഞാൻ. ആ ലക്ഷ്മണനല്ല ഈ ലക്ഷ്മണൻ വേറെയാണ്. താങ്ക് യു ശോഭാമേ. ഹരേ കൃഷ്ണ. നാളെ അന്നദാനമുണ്ട്. ഓക്കെ, അതെ അഭിമന്യുവിൻ്റെ അല്ലേ? നമ്മൾക്ക് ആർക്കും മഹാഭാരതം. സുഷ്മി മാതാജി എനിക്ക് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ. അപ്പം പോയി ആ മെസ്സേജ്, എനിക്ക് കംപ്ലീറ്റ് വായിക്കാൻ പോലും പറ്റിയില്ല. വലിയ മെസ്സേജ് ആയിരുന്നു, അത് പോയി. മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ. നമുക്ക് ആർക്കും ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, മഹാഭാരതത്തിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും ഇത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം ഇങ്ങനെ കഥയായിട്ട് പറഞ്ഞു തന്നപ്പോഴാണ് നമുക്ക് ഓരോരുത്തരെയും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഇന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് അല്ലേ? നോക്കാം സുഷ്മി മാതാജി, കുറേ മെസ്സേജ് നോക്കാനുണ്ട്. നോക്കാം കേട്ടോ, സമയം പോലെ നോക്കാം. അപ്പം ഇപ്പോഴാണ് അല്ലേ നമുക്ക് അഭിമന്യുവിൻ്റെ ഒക്കെ ഒരു വിയോഗം, അതൊക്കെ നമുക്ക് ഭയങ്കര ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യമൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്നില്ല. എന്താ മായ മാതാജി ഇങ്ങനെ പറയുന്നത്? മെസ്സേജ് കാണുന്നില്ല എന്നോ? എനിക്ക് നോക്കി എൻ്റെ കണ്ണൊക്കെ എന്താ പറയുക വല്ലാത്ത അവസ്ഥയിലായി. തലവേദനയുടെ ഗുളിക 2 വെച്ച് കഴിക്കാൻ തുടങ്ങി, കണ്ടിന്യൂസ് മൊബൈൽ യൂസ് ചെയ്തിട്ട്. 10,000 മെസ്സേജുകളാണ്. ഓരോന്നോരോന്ന് നോക്കി വരണ്ടേ? നമ്മൾ നമ്മളുടെ മെസ്സേജ് മാത്രം നോക്കിയില്ല എന്നാണ് പറയുക. പക്ഷെ എത്രയോ മെസ്സേജുകളുണ്ട്. ഓരോന്നോരോന്ന് നോക്കാനേ എനിക്ക് പറ്റൂ. എല്ലാം നോക്കാൻ നമുക്ക് പറ്റുമോ? ഒരു ദിവസം മൊത്തം പറ്റില്ല. എത്രയോ മെസ്സേജ് ഉണ്ട്. 10 ദിവസം ഒരുമിച്ചിരുന്നാലും തീരില്ല, അത്രയ്ക്ക് മെസ്സേജ് ഉണ്ട്. അപ്പം മെല്ലെ ഞാൻ നോക്കാം കേട്ടോ. ഓരോന്നോരോന്ന് നോക്കി നിങ്ങൾക്ക് റിപ്ലൈ അതിൽ തന്നെ കിട്ടും. ക്ഷമയോടെ ഇരിക്കാം. ഹരേ കൃഷ്ണ. വൈജയന്തി മാല ഇവിടെ ഉണ്ട്, ചെറിയ മാലയാണ്. കാണിക്കാം, നാളെ കാണിക്കാം. വൈജയന്തി മാലയൊക്കെ ആവശ്യമുള്ളൊരു മെസ്സേജ് ഇട്ടോളൂ. ഗീതാദാനം ആരും മറക്കല്ലേ. എവിടെ ആരും ഗീതാദാനം പറയുന്നില്ലല്ലോ. മാക്സിമം ഗീതദാനം ചെയ്യൂ. ഡിസംബർ ഗീതാ ജയന്തിയാണ്. ദാനം ചെയ്യണ്ടേ നമുക്ക്? മാക്സിമം ഗീതദാനം ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും ടേക്ക് റെസ്റ്റ് ടൈറ്റ്ലി. നാളെ കാണാം ഗീതാ ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. സുധീഷൻ പ്രഭു, അദ്ദേഹം സ്റ്റാർട്ടിങ് മുതലേ വന്നില്ല എന്ന് തോന്നുന്നു, അതാണ് ആ കൺഫ്യൂഷൻ വന്നത്. ലക്ഷ്മണന്റെ ഒരു സ്റ്റോറി അദ്ദേഹം രാമായണത്തിലെ സ്റ്റോറിയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. വേറെ ലക്ഷ്മണനാണ് ഇത് കേട്ടോ, ആ ലക്ഷ്മണനല്ല. ഓ, ലച്ചും കാണുന്നുണ്ടോ? ഓക്കെ 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 2-ാം ഊഴം. ഫൈൻ. എന്തായാലും ഒരുപാട് സന്തോഷം, നല്ല പ്രതികരണമാണ്, ഒത്തിരി സന്തോഷം. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. കിച്ചൂട്ടനോട് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കൂ. എല്ലാവരുടെ പ്രയാസങ്ങളും കിച്ചൂട്ടൻ മാറ്റട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാപവന പരേഷൻ കി ജയ്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഞാൻ കഥ പറയാൻ പോവാണ്. എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റിംഗ്.
മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് ബാൽക്കണിയിൽ നിന്ന് കഥ പറയും, നമ്മുടെ ഇസ്കോൺ കോഫിയും കുടിച്ചിട്ട്. ഭയങ്കര രസമാണ്. നമ്മൾക്ക് വേണ്ട ഒരു റിലാക്സേഷൻ രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ ഇതിൽ തന്നെയല്ലേ. അപ്പം ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി കുറച്ചൊക്കെ നമ്മളും ഒന്ന് മൈൻഡ് റിലാക്സ് ആവണമെങ്കിൽ വേണ്ട ഇതൊക്കെ. ഹരേ കൃഷ്ണ.